Welcome to the second lecture on transformers. So last ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫോമേഴ്സിന്റെ ബേസിക് കാര്യങ്ങൾ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും ബേസിക് പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിന്റെ ബേസിൽ കുറച്ച് റിവ്യൂ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാവുന്നതാണ്, കുറച്ചെണ്ണം ഫോം ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ആൻസർ. ഫസ്റ്റ് വൺ, the core type transformer is generally suitable for dash applications: high voltage and low power, low voltage and high power, high voltage and high power, low voltage and low power. Please. Answer. ഇതിൽ പറഞ്ഞു പോയിട്ടുള്ളതായിരുന്നു, ഞാൻ ആദ്യം പറയാൻ വിട്ടിട്ട് വീണ്ടും തിരിച്ചു വന്ന് പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഏത് ടൈപ്പ് ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. എനിവൺ? ഓക്കെ, so the answer is high voltage and high power. High voltage high power applicationസിനാണ് നോർമലി കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. കോർ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു എന്ന് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. രണ്ട് ടൈപ്പ് പറഞ്ഞ കോറും ഷെല്ലും എങ്ങനെയാണ് വൈൻഡിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് കൺസിഡറബിൾ പാർട്ട് ഒക്യുപ്പൈ ചെയ്യുന്നത് എന്നുള്ള ബേസിസിൽ. ഓക്കെ, അതിൽ കുറെ ഡിഫറൻസസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വൺ, LV and HV windings of a transformer are dash coupled: electrically, magnetically, and magnetically, mechanically. Please. Yeah, simple and direct questions ആണ്. മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്. ഇലക്ട്രിക്കലി എന്നുള്ള ഓപ്ഷൻ ഒരിക്കലും പോകരുത്. ഇലക്ട്രിക്കലി ആൻഡ് മാഗ്നറ്റിക്കലി ഉണ്ട്, മാഗ്നറ്റിക് കപ്ലിംഗ് മാത്രമേ ഉള്ളൂ. മെക്കാനിക്കൽ ആയിട്ട് അവിടെ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അങ്ങോട്ടൊന്നും മാറരുത്. ഇലക്ട്രിക്കലി അല്ല, മാഗ്നറ്റിക്കലി മാത്രം നോക്കിയാൽ മതി. ഓക്കെ, സോ ദ ആൻസർ ഇസ് മാഗ്നറ്റിക്കലി കപ്പിൾഡ്, ഓപ്ഷൻ ബി. Next one, a transformer is so designed that the primary and secondary have high leakage reactance, tight magnetic coupling, large resistance, good electric coupling. Yeah. എങ്ങനെയായിരുന്നു പ്രൈമറി ആൻഡ് സെക്കൻഡറി? പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. LV ആയാലും HV ആയാലും ഇതിപ്പോ ഒരു പെർട്ടിക്കുലർ കേസ് എന്നുള്ള രീതിയിൽ എടുക്കാം. പ്രൈമറി സെക്കൻഡറി നമ്മൾ എന്ത് വേണം? ടൈറ്റ് മാഗ്നറ്റിക് കപ്ലിംഗ്. അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക്കൽ ഐസൊലേഷനും മാഗ്നറ്റിക് കപ്ലിംഗുമാണ് വേണ്ടത്. സോ ദേ ഷുഡ് ഹാവ് എ കോമൺ ഓർ മാഗ്നറ്റിക് പാത്ത് ആൻഡ് അതർ ഷുഡ് ബി ടൈറ്റ് മാഗ്നറ്റിക് കപ്ലിംഗ്. അതായത് ലീക്കേജ് മിനിമം ആവാനേ പാടുള്ളൂ. ഇവിടെ ഉണ്ടാകുന്ന മാക്സിമം ഫ്ലക്സും പ്രൈമറിയിൽ നമ്മൾ AC സപ്ലൈ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫ്ലക്സ് മാക്സിമം എവിടേക്ക് ലിങ്ക് ചെയ്യണം? സെക്കൻഡറിയിലേക്ക് ലിങ്ക് ചെയ്യണം. ദാറ്റ് ഈസ് അവർ എക്സ്പെക്ടേഷൻ. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, the effect of leakage flux in a transformer is to increase copper loss, decrease copper loss, cause voltage drop in the windings, increase heating of core. Okay, ലീക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു വൈൻഡിങ്ങിൽ ഉണ്ടായി അടുത്ത വൈൻഡിങ്ങിലേക്ക് എത്താത്തതിനെയാണ് ലീക്കേജ് ഫ്ലക്സിനെയാണ് ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുന്നത് പറഞ്ഞു. നമ്മളിപ്പോ തൊട്ടു മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേ ഉള്ളൂ മാഗ്നറ്റിക് കപ്ലിംഗ് ആണ്. മാക്സിമം ഫ്ലക്സ് ഇവിടുന്ന് അപ്പുറത്തേക്ക് ലിങ്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ലിങ്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനെയാണ്, കുറച്ച് പോകുന്നതിനെയാണ് ലീക്കേജ്. അപ്പൊ ആ ലീക്കേജ് ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം എന്തിന്റെ കുറവ് വരും? ഫ്ലക്സ്, ചേഞ്ച് ഇൻ ഫ്ലക്സ് കാരണമാണല്ലോ നമുക്ക് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം നമുക്ക് എന്താ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാൻ, അല്ലാതെ ലോസുമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു റിലേഷൻ അതിൽ നിന്ന് ഉണ്ടാക്കേണ്ടതില്ല. ഉള്ളതിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് പറയേണ്ടത്. ഇപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാനാണ് ചാൻസ് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനത്തെ അത്രയും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോർ സെലക്ട് ചെയ്യുന്നത് തന്നെ, മാക്സിമം ഫ്ലക്സിനെ അങ്ങോട്ട് ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. Next one, the primary and secondary windings of an ordinary transformer always have different number of turns, the same size of copper wire, a common magnetic circuit, separate magnetic circuits. പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഓൾറെഡി നമ്മൾ പറഞ്ഞത് വേറൊരു ടൈപ്പിൽ ഫോം ചെയ്തു എന്നേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും എന്നാണ് വിചാരിച്ചേ. ട്രാൻസ്ഫോമർ, യാ, ഓപ്ഷൻ സി ആണ്. നമ്മൾ പെട്ടെന്ന് അത് കാണുമ്പോഴേക്കും ആൻസർ ചെയ്യരുത്. ഡിഫറെന്റ് നമ്പർ ഓഫ് ടേൺസ് എന്നുള്ള ഒരു മസ്റ്റും അല്ല എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ, നമുക്ക് 1:1 ട്രാൻസ്ഫോമറും ഉണ്ട്. അപ്പൊ നമ്മൾ ഓപ്ഷൻ മുഴുവൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സെയിം സൈസ് ഓഫ് കോപ്പർ വയറും നീഡ് നോട്ട് ബി, അത് വിട്ട് കളയാം. അപ്പൊ പിന്നെ അടുത്തത് എന്താ? കോമൺ മാഗ്നറ്റിക് സർക്യൂട്ട്, സെപ്പറേറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട്. അവിടെ തന്നെ നമുക്ക് തീരുമാനിക്കാം. ഇങ്ങനെ രണ്ടൊരു ഓപ്ഷൻ വന്ന സ്ഥിതിക്ക് അതിൽ ഏതെങ്കിലും ഒന്നാവാൻ സാധ്യത. പിന്നെ ഓൾറെഡി നമുക്കറിയാം എന്താ, ഇറ്റ് ഷുഡ് ഹാവ് എ കോമൺ മാഗ്നറ്റിക് സർക്യൂട്ട്. കോമൺ മാഗ്നറ്റിക് സർക്യൂട്ട് ആണ് അവിടെ ഉണ്ടാവേണ്ടത്. സോ ദ ഓപ്ഷൻ ഈസ് സി. അത് എന്തായാലും എപ്പോഴായാലും ഉണ്ടായിരിക്കണം. ഒരു നോർമൽ ഓർഡിനറി ട്രാൻസ്ഫോമറിന്റെ കേസാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, leakage fluxes of a transformer may be minimized by keeping the magnetizing current to minimum, reducing the reluctance of the iron core to the minimum,
avoiding overloads, sectionizing and interleaving the primary and secondary windings. Okay. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ പറഞ്ഞ നേരത്ത്. അത് ഒഴിവാക്കാൻ എന്താ ലീക്കേജ് ഫ്ലക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സെക്ഷനൈസിങ്ങും ഇന്റർലീവിങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതാണ് ആൻസർ വരുന്നത്. ഇന്റർലീവിങ് എന്നുള്ളൊരു വാക്ക് അവിടെ വന്നിട്ടുള്ളത് എന്താ ലീക്കേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷനിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Dash is used for providing safety while servicing electrical or electronic appliances. An isolation transformer, an auto transformer, a distribution transformer, a step down transformer. Option A. ഒരു ആൻസർ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. അതിന് ഐസൊലേഷൻ ഡി അല്ല, ഓട്ടോ ട്രാൻസ്ഫോമർ അല്ല, സേഫ്റ്റി ആണ് കൊടുക്കേണ്ടത്. ഒന്ന് ആലോചിച്ചോളൂ. സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സർക്യൂട്ടുകളെ ഇലക്ട്രിക്കലി ഐസൊലേറ്റ് ചെയ്യാണ് വേണ്ടത്. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഒറ്റ വൈൻഡിങ്, സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്. അതിന്റെ ഫുൾ വൈൻഡിങ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ വൈൻഡിങ് പ്രൈമറി ആയിട്ടും പോർഷൻ സെക്കൻഡറി ആയിട്ടും എടുക്കുന്നതാണ്. അവിടെ എന്തായാലും കോമൺ മാഗ്നറ്റിക്കും ഇലക്ട്രിക്കും ഉണ്ടെന്ന് തന്നെ പറയാം. ഐസൊലേഷൻ ആണ് എന്താ സേഫ്റ്റി എന്ന് പറയുമ്പോൾ വരുന്നത്. രണ്ടിന്റെയും സെപ്പറേറ്റ് ഗ്രൗണ്ട് ആക്കുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ. ഓക്കെ, നോർമൽ സർവീസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ആണ്. രണ്ട് ഭാഗത്തിനും ഐസൊലേറ്റ് ചെയ്യുക. അത് തന്നെ ആലോചിച്ചുള്ള സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്നുള്ള ആൻസർ ആണ് വേണ്ടത്. ബാക്കിയൊന്നുമല്ല, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറും അല്ല, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും അല്ല എന്നൊക്കെ നമുക്കറിയാം. ഇത് നോർമലി 1:1 ട്രാൻസ്ഫോമർ ആയിരിക്കും. അതാണ് ഇവിടുത്തെ കാണുന്ന ഇത് നിങ്ങൾക്ക് കാണാം 0-230 0-230 ആണ്. ഓക്കെ, ഇറ്റ് ബേസിക്കലി പ്രൊവൈഡ്സ് ഐസൊലേഷൻ. A distribution transformer steps up the voltage, steps down the voltage, steps down the current, steps up the voltage and steps down the current. എല്ലാവർക്കും അറിയുന്നതാണ്. ഓപ്ഷൻ ബി. എല്ലാ ഓപ്ഷൻ വായിച്ചിട്ട് ഓക്കെ ആൻസർ ചെയ്താൽ മതി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കാരണം നമുക്കറിയാം രണ്ട് ട്രാൻസ്ഫോമറുകളാണ്. പവർ ഒന്ന് എന്താ ജനറേഷൻ എൻഡിലുള്ള പവർ ട്രാൻസ്ഫോമർ ആണ് ഒരെണ്ണം. പിന്നൊന്ന് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ എൻഡിലാണ്. ജനറേഷൻ എൻഡിലുള്ളത് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനാണ്, വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ. സോ ദാറ്റ് ദ കറന്റ് വിൽ ബി റെഡ്യൂസ് ആൻഡ് ദ ലോസസ് വിൽ ബി എന്താ റെഡ്യൂസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ എൻഡ് നമുക്ക് എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട വോൾട്ടേജ് ലോവർ ലെവൽസിലായിരിക്കും. അപ്പൊ അതിനെ ലോവർ ലെവലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. സോ ബേസിക്കലി ഇറ്റ് സ്റ്റെപ്സ് ഡൗൺ ദ വോൾട്ടേജ്. ഈ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും വോൾട്ടേജിന്റെ ടേംസിലാണ് പറയുന്നത് എന്ന് ആലോചിച്ചോളൂ. അതിന്റെ റിവേഴ്സ് ആയിട്ടായിരിക്കും അതിന്റെ ഉള്ളിൽ കറണ്ട് നടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് അവർ ലാസ്റ്റ് ഒരു ഓപ്ഷൻ കൂടി തന്നത്, സ്റ്റെപ്സ് അപ്പ് ദ വോൾട്ടേജ് കൺഫ്യൂഷൻ വരാൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു കേസ് എന്തായാലും തെറ്റില്ല. So that's a distribution transformer. Next one. In a step down transformer, the number of turns in the secondary is dash the number of turns in the primary, equal to, greater than, less than, none of the above. ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ ഡെറിവേഷൻ ആയിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് എന്താ സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ അത് ആലോചിക്കുക. സ്റ്റെപ്പ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡയറക്ട്ലി റിലേറ്റഡ് ടു നമ്പർ ഓഫ് ടേൺസ് ആണ്. അത് മാത്രം ആലോചിച്ചാൽ മതി. വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു നമ്പർ ഓഫ് ടേൺസ്. സോ ഇഫ് യു വാണ്ട്സ് ടു സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ് ദെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഷുഡ് ഓൾസോ കം ഡൗൺ. അപ്പോൾ സെക്കൻഡറിയിലത്തെ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും? ഷുഡ് ബി ലെസ് ദാൻ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. സോ ദ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. Next one. Dash loss is not present in a transformer. Copper, iron, core, friction. Simple answer. Yeah. Option D ആണ് correct. കാരണം it has no moving parts. Transformer is a static piece of device. So അവിടെ നിന്ന് അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. So by definition വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാം. Next one. A transformer provides dash isolation: mechanical, magnetic, galvanic, ohmic. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. സ്പെസിഫിക് ആയിട്ട് ഒരു വാക്ക് എന്താണതെന്നും ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ഐസൊലേഷനാ? മാഗ്നറ്റിക്. അപ്പൊ തന്നെ ക്വസ്റ്റ്യൻ കറക്റ്റ് നോക്കട്ടെ. ട്രാൻസ്ഫോമർ പ്രൊവൈഡ്സ് ഡാഷ് ഐസൊലേഷൻ ആണ് ചോദിക്കുന്നത്. മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്. അപ്പൊ പിന്നെ നമ്മൾ അത് പറഞ്ഞാൽ ശരിയല്ല. അതിന് ഞാൻ ഒരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ? ഗാൽവാനിക് ഐസൊലേഷൻ ആണ്. ഗാൽവാനിക് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ പരസ്പരം കണക്ഷൻ ഇല്ലാത്ത അവസ്ഥ. ഡയറക്റ്റ് ഇലക്ട്രിക്കൽ കണക്ഷൻ ഇല്ലാത്ത. മെക്കാനിക്കൽ അല്ല.
മെക്കാനിക് ഐസൊലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബന്ധമില്ല, കണക്ഷൻ ഇല്ല, വിച്ഛേദിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. മെക്കാനിക്കലി വിച്ഛേദിച്ചു എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മളെ വൈൻഡിങ്ങൾ തന്നെ ഇടയിൽ ഒരു കോർ വഴി അവിടെ എന്തോ ഒരു കണക്ഷൻ വരുന്നുണ്ട്. മാഗ്നറ്റിക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് രണ്ടിനെയും ലിങ്ക് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എന്താ, ഓമിക്കും അല്ല, കറണ്ട് അത് ഇലക്ട്രിക്കൽ എന്നുള്ള മീനിങ് തന്നെയാണ്. ഗാൽവാനിക് ആണ് ഇവിടെ പറയാൻ പറ്റുന്നത്, രണ്ട് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളെ പരസ്പരം കണക്ട് ചെയ്യാണ്ട് ഇരിക്കുന്ന ആ ഒരു ഇതിനെയാണ്, അത് ലീക്കേജ് കറണ്ട് ഒഴിവാക്കാനാണ് അത് പറയുന്നത്. അപ്പൊ നമ്മൾ ട്രാൻസ്ഫോമറിന് സാധാരണ പറയും ഗാൽവാനിക് ഐസൊലേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, which of the following works based on the principle of statically induced EMF? motor, generator, transformer, IC engine. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ആൻസറും ഊഹിക്കാവുന്നതാണ്. And the answer is C. Statically induced EMF, moving parts ഇല്ലാത്തത് ട്രാൻസ്ഫോമറിലാണ്. So the answer is C. Yeah, very good. Next one. In a step-down transformer, voltage in the secondary is greater than that in the primary. Voltage in the secondary is equal to that in the primary. Current in the secondary is equal to that in the primary. Current in the secondary is greater than that in the primary. Answer. Option D എന്ന് പറയുന്നു. Option D. Okay. സോ സ്റ്റെപ്പ് ഡൗൺ ആണ്. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന്റെ ടേംസിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്കറിയാം. സോ വോൾട്ടേജ് കുറയും, സ്റ്റെപ്സ് ഡൗൺ, ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും ഏത്, കറണ്ട്. സോ കറണ്ട് വിൽ സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ കറണ്ട് വിൽ ഇൻക്രീസ്. സോ ദ കറണ്ട് ഇൻ ദ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ ദ പ്രൈമറി. ഇത് നമ്മൾ റിലേഷൻ ആയിട്ട് പറഞ്ഞില്ല, എന്നാലും നിങ്ങൾക്ക് അറിയും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടത്. നെക്സ്റ്റ് വൺ, the shell type transformer is generally suitable for dash applications: high voltage and small output, low voltage and high output, high voltage and high output, low voltage and low output. Option A എന്ന് പറയുന്നു. Yeah, option D ആണ് കറക്റ്റ്. ലോ വോൾട്ടേജ് ലോ പവർ, ലോ ഔട്ട്പുട്ടിനാണ് നോർമലി നമ്മൾ ഷെൽ ടൈപ്പ് പറയാ. മറ്റേത് ഹൈ വോൾട്ടേജ് ഹൈ പവർ ആണ് പറയാ, കോർ ടൈപ്പ്. Next one, to reduce dash, thin sheet laminations are used in transformer core. Copper loss, eddy current loss, frictional loss, hysteresis loss. ഓൾറെഡി നമുക്ക് അറിയേണ്ടതാണ്, പല സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എഡി കറണ്ട് വരുമ്പോഴാണ് എന്ത് ആക്കുന്നത്? യെസ്, വെരി ഗുഡ്. ഷീറ്റ് ലാമിനേഷൻസ്, ചെറിയ ചെറിയ ലാമിനേഷൻസ് ആക്കി അതിനെ അടുക്കി വെച്ചിട്ടാണ് ഇതിന്റെ കോർ ഉണ്ടാക്കിയിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചു എന്നുള്ളൂ, അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ഒന്ന് ആഡ് ചെയ്തു മാത്രം. സോ തിൻ ഷീറ്റ് സ്റ്റീൽ ലാമിനേഷൻസ് ആക്കുന്നത് എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ്. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്: മോട്ടോർ, ജനറേറ്റർ, ട്രാൻസ്ഫോമർ, IC എഞ്ചിൻ. ഇതും ഒരു ക്വസ്റ്റൻ ആയി കണക്കാക്കാനൊന്നുമില്ല, ജസ്റ്റ് ഞാനത് 20 തികയ്ക്കാൻ ആഡ് ചെയ്തതാണ്. ഓപ്ഷൻ സി, സ്റ്റാറ്റിക് എന്ന് പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നും വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല, എന്താ, ട്രാൻസ്ഫോമർ ആണ്. നെക്സ്റ്റ് വൺ, to prevent moisture and dust from entering the conservator tank oil, dash is provided: conservator, breather, bushings, cooling. യെസ്, ഓപ്ഷൻ ബി ആണ്. സോ മോയ്സ്ചർ അല്ലെങ്കിൽ എയർ എന്നുള്ള രീതിയിൽ നമുക്ക് അത് ഓർത്ത് വെക്കാം. ബ്രീത്തർ ആണ്. ബ്രീത്ത് ഇൻ ചെയ്യുന്ന നേരത്തുള്ള മോയ്സ്ചറിനെ പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബ്രീത്തർ ഉപയോഗിക്കുന്നത്. ഒരു സിലിണ്ടറിക്കൽ ആയിട്ട് അതിന്റെ ടിപ്പിലായിട്ട് ഉണ്ടാവും. Then when moisture is absorbed, the color of silica gel in the breather of a transformer changes from dash to dash: blue to pink, pink to blue, red to blue, blue to red. Option A എന്ന് പറയുന്നു. ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡി, ഓപ്ഷൻ എ. ഓക്കെ, രണ്ട് കളറുകളെ അവിടെ ഉള്ളൂ, അത് ആദ്യം ആലോചിക്കുക. ഏതാ? ബ്ലൂവും പിങ്കും. ഡാർക്ക് ബ്ലൂവും പിങ്കും ആണ്. അപ്പൊ അത് ബേസിക്കലി അതിന്റെ കളർ എന്താ ഉണ്ടാവുക? ഡാർക്ക് ബ്ലൂ ആണ് ഉണ്ടാവുക. അതിൽ നിന്ന് അത് എന്തിലേക്കാണ് പോവുക? പിങ്കിലോട്ടാണ് പോവുക അബ്സോർബ് ചെയ്യുമ്പോൾ. അത് ഓർത്ത് വെച്ചോളൂ. ബ്ലൂ ടു പിങ്ക് ആണ് ചേഞ്ച് വരുന്നത്, റെഡ് പിക്ചറിൽ ഇല്ല. നെക്സ്റ്റ് വൺ, in a transformer the frequency in the secondary is same as that in the primary, is less than that in the primary, is greater than that in the primary, is 0. Option A, option A. Yeah, option A ആണ് കറക്റ്റ് ആൻസർ. കാരണം ഇതിൽ മൂവിംഗ് പാർട്സോ റെക്ടിഫയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, ഇവിടെ ഒരു ചേഞ്ചും വരുത്തുന്നൊന്നുമില്ല. ഇവിടെ ഉള്ളത് എന്താണോ അതേപോലെയാണ് അപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് the frequency will be the same. അതാണ് നമ്മൾ അതിന്റെ ട്രാൻസ്ഫോമറിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് പറയുന്ന വേറൊരു കാര്യം, വിത്തൗട്ട് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി.
And the final question, the main purpose of using core in a transformer is to decrease iron losses, prevent eddy current loss, eliminate magnetic hysteresis, decrease reluctance of common magnetic circuit. Options വായിച്ചിട്ട് ആൻസർ ചെയ്താൽ മതി. ഓപ്ഷൻ ഡി എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി. ഓക്കെ, ഡി. ഓപ്ഷൻ എന്താണ്? ഡി ആണ് കറക്റ്റ്. കാരണം നമ്മളുടെ കോറ്, മാഗ്നറ്റിക് കോർ അവിടെ കൊടുക്കുന്നത്, ആ കോറാണ് എന്താ കോമൺ ആയിട്ടുള്ള മാഗ്നറ്റിക് പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് അവർ മെയിൻ എയിം ഈസ് ടു ഗെറ്റ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്രം പ്രൈമറി ടു ലിങ്ക് വിത്ത് ദ സെക്കൻഡറി. അപ്പൊ അതിനെന്ത് വേണം? റിലക്ടൻസ് കുറച്ച് മാക്സിമം എന്താ കോമൺ മാഗ്നറ്റിക് പാത്ത് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇതിലത്തെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, സോ അത്രയാണ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് ചോദിക്കാവുന്നതാണ്, അധികം ഇനി അതിലേക്ക് പോകുന്നില്ല. അപ്പൊ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ, താങ്ക്സ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താ ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ ആക്ഷൻ ആണ്. വർക്കിംഗ് പ്രിൻസിപ്പിളിന്റെ ബേസിൽ എങ്ങനെയാണ് എന്താ പറയാ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് എനർജി ട്രാൻസ്ഫർ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ടു ട്രാൻസ്ഫോമർ ആക്ഷൻ കാരണമുള്ള EMF എന്താണ്, പിന്നെ ഒരു E1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു EMF, ഇതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് AC സപ്ലൈ ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ എന്താ ഒരു കറണ്ട് സെറ്റ് ചെയ്യും. ആ കറണ്ട് കാരണം ഇതിൽ എന്തുണ്ടാവും, എന്താ AC സോഴ്സ് V1 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറിയിൽ ഒരു കറണ്ട് IE എന്നാണ് വിളിച്ചത് തൽക്കാലം. IE എന്ന് പറഞ്ഞ ഒരു കറണ്ട് ഉണ്ടാവും പ്രൈമറിയിൽ. അക്കോർഡിംഗ് ടു ദാറ്റ് ഒരു MMF ഇവിടെ സർക്കിൾ ഉണ്ടാവും, അതായത് N1 I1. അത് കാരണമാണ് ഇവിടെ എന്തുണ്ടാവുന്നത്, ഒരു ഫ്ലക്സ്. ആ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ ഫേസ് വിത്ത് IE എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതതിന്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് നോക്കാം. ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ലിങ്ക് ചെയ്യും? ഇതേ നമ്പർ ടേൺസിനെ ലിങ്ക് ചെയ്യും, പ്രൈമറിനെ തന്നെ ലിങ്ക് ചെയ്യും. അതേപോലെ ഈ പാത്ത് വഴി എവിടേക്കും എത്തും? സെക്കൻഡറിയിലേക്കും എത്തും. അപ്പൊ പ്രൈമറിയിൽ ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMFനെയാണ് നമ്മൾ E1 എന്ന് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് കാരണം ഇത് സെക്കൻഡറിയിലെ N2 ടേൺസ് ഉള്ള സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ നമ്മൾ E2 എന്ന് പറയുന്നു. ഓക്കെ, സോ E1 ഇൻ പ്രൈമറി ആൻഡ് E2 ഇൻ സെക്കൻഡറി. അതിലെ ക്യാപിറ്റൽ എന്ന് എഴുതുന്നതും സ്മോൾ എന്ന് എഴുതുന്നതും ഒക്കെ ഒരേപോലെ തന്നെയാണ്. ക്യാപിറ്റൽ ഉദ്ദേശിക്കുന്നത് ശരിക്കും RMS വാല്യൂ വരുമ്പോഴാണ്. ഇതിപ്പോ നമ്മൾ സ്മോൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്ന് ഇൻസ്റ്റന്റേനിയസ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. ക്യാപിറ്റൽ ശരിക്ക് RMS എന്ന് പറയുമ്പോഴാണ് എഴുതേണ്ടത്. ജസ്റ്റ് അങ്ങനെ എഴുതി പോയിന്നേ ഉള്ളൂ. സോ ഇതിലെ ഈ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ് ട്രാൻസ്ഫോമർ ആക്ഷൻ കാരണം ഉണ്ടാവുന്ന EMF. സോ EMF ഡ്യൂ ടു ട്രാൻസ്ഫോമർ ആക്ഷൻ സെക്കൻഡറിയിലത്തെ E2 ആണ്. ഈ ഫസ്റ്റ് പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഒരു പേരൊക്കെ പറയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോസിനെ ഒപ്പോസിറ്റ്, ലെൻസസ് ലോ പ്രകാരം ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതായത് നമ്മളുടെ E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് ബി ആക്ച്വലി -V1 ഈ രീതിക്കാണ് അവിടെ വരേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുക ബാക്ക് EMF അല്ലെങ്കിൽ കൗണ്ടർ EMF എന്നൊക്കെ വിളിക്കാം. ഓക്കെ, പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ കൗണ്ടർ EMF എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിലുള്ള ഒരു അനാലിസിസ് ആണ്. ഐഡിയൽ ട്രാൻസ്ഫോമർ ഇതിലിപ്പോ ഞാൻ വിത്ത് ലോഡ് കണക്ട് ചെയ്ത് കാണിച്ചു. ലോഡ് കണക്ട് ചെയ്യുന്നതിന് മുന്നേയും കണക്ട് ചെയ്തതിന് ശേഷവും എങ്ങനെയാന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് എന്നുള്ള രീതിയിൽ വിചാരിക്കാമല്ലോ. ഓക്കെ, ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അപ്പൊ അടുത്തത് എന്താണ്? ഐഡിയൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ. ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ. ഇവിടെ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഐഡിയൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. എനി ആൻസർ? റെസ്പോണ്ട് ചെയ്യാട്ടോ. റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഇതുണ്ടായിരിക്കുക. എന്താ ടു വൈൻഡിങ് എന്ന് എടുത്ത് പറയാൻ റീസൺ ഉണ്ടായിരിക്കുക? മനസ്സിലായില്ല. ടു വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ.
n equal to 2 അല്ലല്ല n equal to 2 അല്ല 2 വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വൈൻഡിങ് നോ ലോസ് ഒക്കെ അത് ഐഡിയലിലേക്ക് വരുമ്പോഴാണ് ഞാൻ ചോദിച്ചത്. ഇതാണ് ചോദിച്ചത്. ഐഡിയൽ അവിടെ നിൽക്കട്ടെ. 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ. 2 വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് രണ്ട് സെറ്റ് ഓഫ് വൈൻഡിങ്ങേ ഉള്ളൂ എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മളിവിടെ വരച്ചിട്ടുള്ള പോലെ ഇതാണല്ലോ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് റെപ്രസെന്റേഷൻ. പ്രൈമറി വൈൻഡിങ് സെപ്പറേറ്റ്, സെക്കൻഡറി വൈൻഡിങ് സെപ്പറേറ്റ് ആയിട്ടുള്ള വരയ്ക്കുന്നത്. ഇതാണ് വൈൻഡിങ് 1, ഇതാണ് വൈൻഡിങ് 2. അതാണ് അർത്ഥം. നമ്പർ ഓഫ് ടേൺസിനെ കുറിച്ചല്ല നമ്മൾ ബോധേഡായത്, വൈൻഡിങ്ങിന്റെ എണ്ണം. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ അല്ലാത്ത ട്രാൻസ്ഫോമറുകൾ ഉണ്ട്. അതായത് സെക്കൻഡറിയിൽ കൂടുതൽ വൈൻഡിങ്ങുകൾ ഉള്ള, അതായത് ഇതൊരു പാത്ത്, ഇതേപോലെ തന്നെ ഇവിടെ വേറെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, വേറൊരു വൈൻഡിങ് ഉണ്ടായിരിക്കാം, അത് വേറൊരു ലോഡിന് കണക്റ്റഡ് ആയിട്ടിരിക്കാം. ഇപ്പൊ സേ 3 വൈൻഡിങ് ട്രാൻസ്ഫോമർ ഉണ്ടാവും, പ്രൈമറി ഒരെണ്ണം സെക്കൻഡറി 2 ഒക്കെ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് അവർ എന്ത് എടുത്ത് പറഞ്ഞത് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മൾ ബേസിക് എല്ലാ ഡിസ്കഷനും കൺസിഡർ ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമർ. അതിലെ തന്നെ ഐഡിയൽ വെച്ചിട്ടാണ് നമ്മൾ ഒരുവിധ എല്ലാ കൺസെപ്റ്റുകളും പറഞ്ഞു തീർക്കുക, എന്നിട്ടാണ് പ്രാക്ടിക്കലിലേക്ക് പോവുക. അപ്പൊ ഞാൻ ഇവിടെ നമ്മളുടെ ഈ ഒരു റിക്വയർമെന്റിന് അനുസരിച്ച് പ്രാക്ടിക്കലിക്കൊന്നും അധികം പോകുന്നില്ല. ഐഡിയൽ തന്നെ പറയണമെന്ന് എനിക്ക് അറിയില്ല, എന്നാലും നമുക്ക് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഒന്നും പറയാത്ത പോലെയോ. അതുകൊണ്ട് ഐഡിയലിന്റെ കേസെങ്കിലും ഡിസ്കസ് ചെയ്ത് പോകാന്ന് വിചാരിക്കുന്നു. ഐഡിയൽ തന്നെ നോ ലോഡ് കണ്ടീഷനും ലോഡഡ് കണ്ടീഷനും അത് അറിയാമെങ്കിൽ പ്രാക്ടിക്കലിലേക്ക് പിന്നെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് അസിസ്റ്റന്റ് എഞ്ചിനീയറും അങ്ങനത്തെ ആയിരിക്കും വരിക. ഇവിടെ എന്തായാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിപ്ലോമ ലെവലിലുള്ള ആ രീതിക്കുള്ള കാര്യങ്ങൾ പറയാം. കുറച്ച് അതിനെക്കാട്ടും ചിലപ്പോൾ ഇത്തിരി കൂടുതൽ പോയാലും ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഒരുപാട് കൂടുതൽ ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഐഡിയൽ ട്രാൻസ്ഫോമർ ഇപ്പൊ ആരോ പറഞ്ഞു. അപ്പൊ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും റിയലൈസബിൾ ആയിട്ടുള്ള ഒരു സാധനം അല്ല. അങ്ങനെ ഒരു സാധനം ഇല്ല. ഐഡിയൽ ആണ്, സ്വപ്നമാണ്. സ്വപ്നത്തിൽ മാത്രമേ അങ്ങനെ ഒരു സാധനം ഉള്ളൂ. പ്രാക്ടിക്കൽ കേസിൽ അങ്ങനെ ഒരു സാധനത്തെ കിട്ടില്ല. അപ്പൊ അവിടെ കുറെ അസംഷൻസിന്റെ ബേസിലാണ് നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇപ്പോ ഐഡിയൽ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ആരോ പറഞ്ഞ പോലെ എന്താണ് ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഐഡിയൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? ഇപ്പൊ പറഞ്ഞോളൂ ആരോ. ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ലോസസ്. അതാണ് വളരെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ അത്ര പറയാം. നോ ലോസസ്. അല്ലെങ്കിൽ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് ഞാൻ അസംഷൻ വീണ്ടും പറയാം, ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയാം. നമുക്ക് എന്താ നമുക്ക് അതിൽ ബേസിക്കലി ഉള്ള കാര്യങ്ങൾ കോയിലും കോറും അല്ലേ. സോ എന്തെന്ന് പറയാൻ വേണമെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താ, ടു പ്യുവർലി ഇൻഡക്റ്റീവ്. അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. പ്യുവർലി ഇൻഡക്റ്റീവ് കോയിലാണ് അല്ലെങ്കിൽ വൈൻഡിങ്സ് ആണ് എന്ന് വിചാരിക്കാം. പ്യുവർലി ഇൻഡക്റ്റീവ് കോയിൽസ് എന്തിന്റെ മുകളില? വൗണ്ട് ഓൺ എ ലോസ് ഫ്രീ കോർ. ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ. രണ്ട് കോയിലുകൾ ഉണ്ട്, അത് എന്ന് പറഞ്ഞാൽ പ്യുവർലി ഇൻഡക്റ്റീവ്, റെസിസ്റ്റീവേ അല്ല, അതായത് ഒരു ലോസേ ഉണ്ടാക്കില്ല. അത്രയും മാന്യമായിട്ടുള്ള രണ്ട് കോയിലുകളാണ്. വിച്ച് ഈസ് വൗണ്ട് അറൌണ്ട് എന്താ ലോസ് ഫ്രീ കോർ. കോറിന് ലോസും ഇല്ല, ലീക്കേജും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് എല്ലാ ഇവിടെ എന്ത് കൊടുത്തെങ്കിൽ അതിനൊക്കെ കൊണ്ടുപോയിട്ട് അപ്പുറത്തെ ആൾക്ക് കൊടുക്കുന്ന അത്രയും മാന്യമായിട്ടുള്ള ഒരു കോറുമാണ്. അതാണ് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ലോസസേ ഇല്ല. അപ്പൊ അത് അസംഷൻസ് ആയിട്ട് പറയുമ്പോൾ കുറച്ചാണ് ഇവിടെ പറയാറുണ്ട്. ഒന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, വൈൻഡിങ് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. അതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. വൈൻഡിങ് റെസിസ്റ്റൻസസ് ആർ നെഗ്ലക്റ്റഡ്. വൈൻഡിങ് റെസിസ്റ്റൻസ് നെഗ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത് ലോസ് ഇല്ലാന്നാ? വൈൻഡിങ് റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഒരു ലോസ് ഇല്ലാന്നാണ് അതിന്റെ അർത്ഥം. ഏതാ ഇത് ലോസ് അല്ലാത്ത? നോ ഐ സ്ക്വയർഡ് ആർ ലോസസ്. അതായത് കോപ്പർ ലോസ് നെഗ്ലക്ട് ചെയ്തു എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ലീക്കേജ് ഫ്ലക്സ്. അതായത് ഉദ്ദേശിക്കുന്നത് all the flux is set up by the primary links with the secondary winding. അതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ all flux is confined to the magnetic core. Entire flux is confined to our magnetic core. അതാണ് രണ്ടാമത്തെ അസംഷൻ. ഇത് ഞാൻ വീണ്ടും പറയാണ്, ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം നമുക്ക് ഫ്ലക്സ് പറയുമ്പോൾ ഇങ്ങനെ ഫ്ലക്സ് ലൈൻസ് ഉണ്ടാവും, അതേപോലെ ഇപ്പുറത്തേക്കും ഫ്ലക്സ് ലൈൻസ് ഒക്കെ ഉണ്ടാവും. ആ ഇപ്പുറത്തേക്ക് വരുന്ന ഫ്ലക്സ് ലൈൻസ് ചിലപ്പോൾ അപ്പുറത്ത്, ഇത് എന്താ ഒരു ജനറൽ റെപ്രസെന്റേഷൻ ആണെങ്കിലും ചില ഫ്ലക്സ് എന്തായാലും അപ്പുറത്തേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. എല്ലാം ഒന്നുമല്ല, കുറച്ച്. അപ്പോൾ നോ ലീക്കേജ് ആണ് നമ്മൾ ഐഡിയലി പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ, കോപ്പർ ലോസ് പറഞ്ഞ പോലെ തന്നെ കോർ ലോസസ് ആർ നെഗ്ലിജിബിൾ. അപ്പോൾ ഉള്ള ലോസുകൾ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറയുന്നത്. പ്രാക്ടിക്കൽ കണ്ടീഷൻസിൽ എന്തായാലും എന്തുണ്ടാവും, ലോസസ് ഉണ്ടായിരിക്കും. പിന്നത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അസംഷൻ ഇതാണ് ഇതിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസംഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ലോസസിന്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കോർ ഹാസ് കോൺസ്റ്റന്റ് പെർമിയബിലിറ്റി. അത് തന്നെ ചിലര് പറയാ ഇൻഫൈനൈറ്റ് പെർമിയബിലിറ്റി എന്നുള്ള രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്.
പെർമിയബിലിറ്റി ഓഫ് ദ കോർ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് പെർമിയബിലിറ്റി എടുത്തു കഴിഞ്ഞാലാണ് ഇതിൽ ഒരു കാര്യം കറക്റ്റ് ആവുള്ളൂ. എന്താണെന്ന് അറിയോ? പെർമിയബിലിറ്റി നമ്മൾ മുന്നേ ഞാൻ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ലെക്ചറിൽ മെഷീൻസ് തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. പെർമിയബിലിറ്റി നമ്മളൊരു കർവ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ പറഞ്ഞ ഒരു ടേം ആണ് പെർമിയബിലിറ്റി. എന്തായിരുന്നു ഓർമ്മയുണ്ടോ എനിവൺ? പെർമിയബിലിറ്റി കോൺസ്റ്റന്റ് ആയ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഏത് കർവാ എനിവൺ? പെർമിയബിലിറ്റി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കർവ് നമ്മൾ വെരി ഗുഡ്, ബി എച്ച് കർവ് ആണ്. ഈ ബി എച്ച് കർവ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരു ആവശ്യമുണ്ട്. ബി എച്ച് കർവ് ലീനിയർ ആയിരിക്കണം. ബി എച്ച് കർവ് ലീനിയർ ആയാലാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ. നമ്മളിവിടെ ഒരു കറണ്ട് കാരണം, നേരത്തെ ഞാൻ വർക്കിംഗ് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് വന്നു, അത് കാരണം ഒരു ഫ്ലക്സ് ഉണ്ടായി എന്ന് പറഞ്ഞു. ഇവര് ഇൻഫേസ് ആവണമെങ്കിൽ, ഈ കറണ്ടും ഫ്ലക്സും ഇൻഫേസ് ആവണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ബി എച്ച് കർവ് ലീനിയർ ആയാലാണ് ആ പരിപാടി നടക്കുള്ളൂ. ആക്ച്വൽ കേസിൽ ബി എച്ച് കർവ് ഒരിക്കലും ലീനിയർ അല്ല. മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ നമുക്ക് സാച്ചുറേഷനിലേക്കൊക്കെ പോകുന്ന അറിയാം. പക്ഷെ നമ്മളത് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ അത് ലീനിയർ ആയിട്ടാണ് എടുക്കുന്നത്. ലീനിയർ അതല്ലെങ്കിൽ ലീനിയർ ആയിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് കോറിന്റെ പെർമിയബിലിറ്റി എന്തായിട്ട് നമ്മൾ എടുക്കും? കോൺസ്റ്റന്റ് എന്നുള്ള അസംഷൻ ആണ് എടുക്കുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അസംഷൻസ് വരുന്നത്. ഇത് വന്നാലാണ് നമുക്ക് ബി എച്ച് കർവ് ലീനിയർ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ല അസംഷൻസ്? അത് കേട്ടിട്ടുള്ളതായിരിക്കാം, ഒന്നുകൂടി ഞാനത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് മാത്രം. സോ ലോസസ് ഒന്നും തന്നെ ഇല്ല, ലീക്കേജ് ഒന്നും തന്നെ ഇല്ല. അത്രയും നല്ല മാഗ്നറ്റിക് കോർ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആ കോർ തന്നെ എന്താ? കോൺസ്റ്റന്റ് പെർമിയബിലിറ്റി ആണ്. സോ ദാറ്റ് ബി എച്ച് കർവ് ഈസ് ലീനിയർ. ബി എച്ച് കർവ് ലീനിയർ ആയി കഴിഞ്ഞാലാണ് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഇഫ് വി ഗിവ് AC supply say V1 to the primary winding, it will circulate a current IE which will be sinusoidal. Sinusoidal current ആണ് ഇതിൽ സർക്കുലേറ്റ് ചെയ്യുക. ആ കറണ്ട് കാരണം എന്തുണ്ടാവും? ഒരു ഫ്ലക്സ്, അതിന്റെ ആംബിയർ ടേൺസ് കാരണം ഒരു ഫ്ലക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. MMF കാരണം ആ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തിന് ഇൻഫേസ് തന്നെയായിരിക്കും? ഈ IEക്ക് ഇൻഫേസ് ആയിരിക്കും. ബിക്കോസ് ബി എച്ച് കർവ് ലീനിയർ. അത് കാരണം ഇവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടായി. അത് പ്രൈമറിനായിട്ടും ലിങ്ക് ചെയ്യുന്നുണ്ട്, സെക്കൻഡറിനായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. പ്രൈമറിനായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ E1 എന്ന് പറയുന്നത്, വിത്ത് ടേൺസ് N1. സിമിലർലി സെക്കൻഡറിനായിട്ടും ലിങ്ക് ചെയ്യുന്നു. അതേപോലെ ഇവിടെയും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിനെ നമ്മൾ E2 എന്ന് വിളിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ജസ്റ്റ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള, അതായത് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ട്രാൻസ്ഫോമർ ആണ്, ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. ആദ്യം പറയുന്നത് ഓൺ നോ ലോഡ് ആണ്. നോ ലോഡ് കണ്ടീഷൻസ് ആണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ആ നോ ലോഡ് കണ്ടീഷൻസിലെ ഡയഗ്രം, ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഞാനിവിടെ അസ്യൂം ചെയ്യാണ് എന്റെ ഫ്ലക്സ് എന്ന് പറയുന്നത്, ഫ്ലക്സ് ആണ് ഞാൻ ഇപ്പൊ തൽക്കാലം ബേസ് ആയിട്ട് എടുക്കുന്നത് വിചാരിക്കുക. ഫ്ലക്സ് സൈൻസോയിഡിൽ കിട്ടും എന്ന് പറഞ്ഞല്ലോ, അതിനെ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു φm സൈൻ ഒമേഗ ടി എന്നുള്ള രീതിയിൽ ഞാൻ അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം E1 ഈസ് ഈക്വൽ ടു എന്താ? ഫ്ലക്സ് കാരനാണ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്തത്, പ്രൈമറി ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ് E1. നമുക്കത് അറിയാം, എന്താ ഫാരഡേസ് ലോ വെച്ചിട്ട് -N1 dφ/dt ആണ്. നമ്പർ ഓഫ് ടേൺസ് അവിടുത്തെ N1 ആണ്. ഫ്ലക്സ് എന്ന് പറയുന്നത് φ ആണ് അതിന്റെ ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. അല്ലെങ്കിൽ -d/dt ഓഫ് N1 φ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്, അത് തന്നെയാണ് സംഭവം. ഈക്വൽ ടു -N1 dφ/dt എന്ന് പറയും. ഇവിടെ നമ്മൾ φm sin ഒമേഗ ടി ഈ കൊടുക്കുകയാണെങ്കിൽ എന്തെന്ന് കിട്ടും? -N1 ഇൻറ്റു സൈൻ ഒമേഗ ടിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ കോസ് ഒമേഗ ടി ആയി മാറും. എന്തുകൂടി വരും? ഒരു ഒമേഗയും കൂടിയും പുറത്തേക്ക് വരും. സോ ഒമേഗ ഇൻറ്റു നമ്മൾ അവിടെ നിൽക്കുന്ന എന്താ? φm, എന്റെ കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, φm സൈൻ മാറിയിട്ട് എന്താവും? കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓർ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? E1, ഓർ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? E1 ഈസ് ഈക്വൽ ടു, നമ്മുടെ റെഫറൻസ് സൈൻ ആണല്ലോ എഴുതിയത്, അപ്പൊ സൈനിന്റെ ടേംസിലേക്ക് നമുക്ക് കോസിനെ എഴുതാലോ. അപ്പൊ അതിനെ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? N1 ഒമേഗ φm സൈൻ ഒമേഗ ടി -π/2. ഇത് എന്തിനാ പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേറെ ഒന്നിനല്ല, അത് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഫേസർ ഡയഗ്രാം വരുന്നത്, എങ്ങനെയാണ് ആ വേവ് ഫോംസ് വരയ്ക്കുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, ഡീറ്റെയിൽ ആയിട്ട് നല്ല ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളതായിരിക്കാം. എന്നാലും ഞാൻ ഈ ഒരു ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് E1 കിട്ടുക. E1 എന്ന് പറയുന്നത് ഒരു ജനറൽ ഫോർമാറ്റിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ മുന്നത്തെ φ = φm sin ഒമേഗ ടി എന്ന് എഴുതുന്ന പോലെ നമുക്ക് E1 നെയും എന്തെന്ന് എഴുതാം? ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? നമുക്ക് E1 ആണല്ലോ, അപ്പൊ E1m അതിന്റെ മാക്സിമം വാല്യൂ ഇൻറ്റു
സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്നുള്ള ഫോമിലേക്ക് എഴുതണം. അവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അസംഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ ഇ വൺ എം എന്ന് പറയുന്നത് എന്താണ് എന്നാണ്. എന്താണ് ഇ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ടേമുകളാണ് N1 ഇൻറ്റു ഒമേഗ ഇൻറ്റു ഫൈ എം. ഓക്കെ, ഇനിയിപ്പോ ചില കേസിൽ ഈ ഫൈ എം വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഫൈ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ആണ്. ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എഴുതാം. ഓക്കെ, അത് ചില ബുക്കുകൾ അങ്ങനെ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ബി എം ഇൻറ്റു എ നമുക്ക് വല്ലയിടത്തും ആവശ്യം വരാം. സോ ബി എം എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ കോർ ആണ്. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് കോർ ആണ്. ഓക്കെ, അറിയുന്ന വിചാരിക്കും, ഞാൻ അതുകൊണ്ട് എഴുതുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇ1 കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എ സിയിൽ വരുമ്പോൾ നമ്മൾ എല്ലാറ്റിനെയും ആർ എം എസ് വാല്യൂലാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. സോ ദെർഫോർ ആർ എം എസ് വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്, വാല്യൂ ഓഫ് ഇ1, അതാണ് നമുക്ക് വേണ്ടത്. ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ മാക്സിമം വാല്യൂ ബൈ √2 ആണ്. അപ്പൊ ആർ എം എസ് വാല്യൂനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ച് എഴുതുന്നത്. ക്യാപിറ്റൽ ഇ1 വിച്ച് വിൽ ബി ഈക്വൽ ടു മാക്സിമം ബൈ √2 അല്ലെ, ഇ1 എം ഡിവൈഡഡ് ബൈ √2 എന്നുള്ള രീതിയിൽ വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു ഇ1 എം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. അത് വെറുതെ എന്താ പറയാ കൊടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ അറിയാം. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? എന്താ 2π എഫ് ആണ്. അപ്പൊ അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവനെ എന്ത് എഴുതാം? 2π എഫ് ഒമേഗയ്ക്ക് വരെ എഴുതിയതാണ്. 2π എഫ് ഇൻറ്റു എന്താ N1 ഇൻറ്റു ഫൈ എം ഡിവൈഡഡ് ബൈ √2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിച്ച് വിൽ ബി ഒബ്റ്റൈൻഡ് ആസ് എന്താ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, കാണാൻ്റെ ഓർത്ത് വെക്കുന്നതായിരിക്കും. 4.44 എഫ് ഫൈ എം ഇൻറ്റു N1 എന്ന് കിട്ടും. ഇനി ചിലപ്പോൾ ചില ബുക്കുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക ടേൺസ്, നമ്പർ ഓഫ് ടേൺസിനെ ടി എന്ന് വെച്ചിട്ടാവും റെപ്രസെന്റ് ചെയ്താൽ T1 എന്ന് പഠിച്ചിട്ടുണ്ടാവാം. കുഴപ്പമില്ല. ഫൈ എമ്മിന് പകരം അവർ ബി എം ഇൻറ്റു എ എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇ1 വിൽ ബി ഒബ്റ്റൈൻഡ് ആസ് 4.44 എഫ് ഫൈ എം ഇൻറ്റു N1. ഇതാണ് ആർ എം എസ് വാല്യൂ. നമുക്ക് എന്താ വരയ്ക്കാൻ വേണ്ടിയിട്ട്, ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടത് ഈ ഇക്വേഷൻ ആണ്. ഇതാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് ഇ1. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് ഇത് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഒപ്പം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് പോവാം. നമുക്ക് പ്രൈമറിയില് എല്ലാം ഐഡിയൽ ആയിട്ടാണല്ലോ പറഞ്ഞത്. സോ പ്രൈമറിയിലത്തെ വൈൻഡിങ് റെസിസ്റ്റൻസ് എന്താ? വൈൻഡിങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 അല്ലെങ്കിൽ നെഗ്ലിജിബിൾ എന്നുള്ള രീതിയിലാണ് എടുത്തത്. അതുകൊണ്ട് ഈ ഉണ്ടാവുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് മറ്റ് എന്താ അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള വോൾട്ടേജിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഈ V1 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്തെന്ന് എഴുതാം? ദിസ് V1 will be equal to minus E1 എന്നുള്ള രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് N1 d∅dt എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു വന്നല്ലോ. അങ്ങനെയായിട്ട് എഴുതാം. അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് പറയാം, ഓർ നമുക്ക് എന്ന് എഴുതാം, V1 RMS ആണ് എഴുതുന്നത്, V1 is equal to minus E1. ഇതും കൂടി അവിടെ നിന്ന് നമുക്ക് എഴുതാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്താ ലെൻസസ് ലോ വെച്ചിട്ട് പറഞ്ഞതാണ്. ഇതേപോലെ സിമിലർലി നമുക്ക് ഏതും കണ്ടുപിടിക്കാം. സെക്കൻഡറിയിലത്തെയും കാണാം. EMF ഇൻഡ്യൂസ്ഡ് ഇൻ സെക്കൻഡറി. എന്താ വ്യത്യാസം വരുന്നത്? നമ്പർ ഓഫ് ടേൺസ് മാറും. അതേപോലെ എഴുതുന്നത് നമ്മൾ E2 എന്നാണ് എഴുതുന്നത്. E2 is equal to എന്ത് വരും? മൈനസ് N2. ഫ്ലക്സ് സെയിം ആണല്ലോ, എല്ലാ ഫ്ലക്സും അപ്പുറത്തേക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത്. N2 d∅dt എന്ന് വരും. അത് നമ്മൾ ഇതേപോലെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് അതിന്റെ E2m സൈൻ സെയിം സാധനം തന്നെ ആയതുകൊണ്ട് സൈൻ ഒമേഗ ടി മൈനസ് π/2. ഇതാണ് നമുക്ക് അതിന്റെ ഇക്വേഷൻ വരിക. വേർ E2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? E2 എന്ന് പറയുന്നത് E2 is equal to RMS വാല്യൂ വരുമ്പോൾ എന്ത് വരും? 4.44 ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെയാണ് കിട്ടുക. F ഇൻറ്റു ഫൈ എം ഇൻറ്റു N2 അതാണ് വരാൻ പോകുന്നത്. ഓക്കെ, മറ്റോടത്ത് അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്തിന് അസംഷൻ എടുത്തിട്ടുണ്ടാവും? E2m എന്താന്നുള്ളതൊക്കെ എടുത്തിട്ടുണ്ടാവും. അതൊന്നും ഞാൻ ഇനി എഴുതാൻ പോകുന്നില്ല, നിങ്ങൾക്ക് നോക്കി വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. E1 ഉം E2 ഉം കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? So we have E1 and we have E2. E1 എക്സ്പ്രഷനും കയ്യിലുണ്ട്, E2 എക്സ്പ്രഷനും നമ്മുടെ കയ്യിലുണ്ട്. E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.44 F∅m N1 ആണ്, മറ്റേത് 4.44 F∅m N2 ആണ്. അപ്പൊ ജസ്റ്റ് രണ്ടിനെയും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടും? E1 by E2 will be equal to എന്തായിട്ട് നമുക്ക് ഒബ്റ്റൈൻ ചെയ്യും? N1 by N2 എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. E1 by E2 equal to N1 by N2. അല്ലെങ്കിൽ നോർമലി നമ്മൾ പറയാ E2 by E1 is equal to N2 by N1. ഇതിനൊരു പേര് വിളിക്കും. എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ?
E2 by E1 equal to N2 by N1. ഈ ഒരു റേഷ്യോനെ റേഷ്യോ ഓഫ് സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF ബൈ പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMF ഇതിനെ വിളിക്കുന്ന പേരാണ് which is represented by K. K എന്നൊക്കെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ചിലവർ A എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. എന്ത് വേണമെങ്കിലും ആവട്ടെ. എന്താ വിളിക്കുക അതിനെ? Anyone? Voltage. Yeah. Transformation ratio. Yeah, very good. Transformation ratio എന്ന് പറയുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കണം. എന്താ? വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. ഓക്കെ. സോ സെക്കൻഡറിയിൽ കിട്ടുന്ന വോൾട്ടേജ് ഡിവൈഡഡ് ബൈ പ്രൈമറിയിലത്തെ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് EMF ബൈ പ്രൈമറിയിലത്തെ അല്ലെങ്കിൽ സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് ബൈ പ്രൈമറി നമ്പർ ഓഫ് ടേൺസ്. ഇതിനാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് വിളിക്കുക. ഇനി പലരും പല തരത്തിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവര് ഈ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്നുള്ളതിന്റെ ഒപ്പം തന്നെ ഒരു ഇതും കൂടി പറഞ്ഞു പോവാറുണ്ട്. ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ടേൺസ് റേഷ്യോ നോർമലി പറയാ നേരെ ഇതിന്റെ റിവേഴ്സിംഗ് ആണ് പറയാറ്. അതായത് N1 by N2 എന്നുള്ള രീതിയിലൊക്കെയാണ് അധികം അങ്ങനത്തെ കേസുകൾ ഡിഫൈൻ ചെയ്യും അവര്. എന്നാലും ജനറലി ഫോളോ ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഫസ്റ്റത്തെ ആണ്. ഏതാ? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF ബൈ പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMF which is equal to N2 by N1 which is equal to K. ഇതാണ് നമ്മളുടെ എന്താ പറയാ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി കെയുടെ ബേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് പറയാം E2 ഈക്വൽ ടു എന്താ? K ടൈംസ് E1 ആണ്. അപ്പൊ E1ന്റെ എത്ര ടൈംസ് ആണെന്നുള്ള രീതിയിലാണ്. ഇത് തന്നെ നമുക്ക് നേരെ ഇവിടുന്ന് എഴുതാം. ഈ ഇക്കൊക്കെ പകരം എന്തെന്ന് എടുത്ത് എഴുതാം? V എന്ന് പറഞ്ഞിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ അവിടെ എല്ലാം ലോസും കാര്യങ്ങളൊക്കെ നെഗ്ലിജിബിൾ ആണെന്നുള്ള രീതിയിൽ തന്നെ വേണമെങ്കിൽ ഇവിടുന്ന് പറയാം നമുക്ക് എന്താ? V2 ഈക്വൽ ടു K V1 എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ഈക്വൽ ടു എന്തെന്നും കൂടി പറയാം. അതിന്റെ ഒപ്പം തന്നെ V2 by V1 എന്നും കൂടി ചേർക്കാവുന്നതാണ്. അതായത് നമ്മളെ ഫസ്റ്റ് ഏറ്റവും ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്ന സപ്ലൈ വോൾട്ടേജ് V1 ലോഡിന്റെ ആ സൈഡിലേക്ക് കിട്ടേണ്ടതാണ്, അപ്പുറത്തെ ടെർമിനൽസിൽ കിട്ടേണ്ടതാണ് V2. ആ റേഷ്യോയും സെയിം ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. സോ V2 ഈക്വൽ ടു K ഇൻറ്റു V1 ആണ്. അപ്പൊ ഈ കെയുടെ ബേസിലാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ. സോ K ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതാണ് എന്ത്? K ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ K ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞ മീനിങ് എന്താ? N2 ഗ്രേറ്റർ ദാൻ N1 ആണ്. ഇന്ന് നിങ്ങൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. N2 ഗ്രേറ്റർ ദാൻ N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? സ്റ്റെപ്പ് അപ്പ് ആണ്. വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ബിക്കോസ് N2 ഈസ് ഗ്രേറ്റർ ദാൻ N1. യാ, സ്റ്റെപ്പ് അപ്പ്. അതേപോലെ K ലെസ് ദാൻ 1 ആവുകയാണെങ്കിൽ എന്തായിരിക്കും? K ലെസ് ദാൻ 1 ആണെങ്കിൽ അതിന്റെ മീനിങ് സ്റ്റെപ്പ് ഡൗൺ ആണ്. സ്റ്റെപ്പ് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്. ബിക്കോസ് N2 ഈസ് ലെസ് ദാൻ N1. ഇതൊക്കെ അതിന്റെ ഒപ്പം റിലേറ്റ് ചെയ്ത് പറയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസ് ആണ് പറയുന്നത്. ഐഡിയൽ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് തന്നെ എന്താ നമ്മളുടെ ഇൻപുട്ട് VA എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഇൻപുട്ടിലുള്ള വോൾട്ട് ആംപിയർ എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും എവിടെയും കിട്ടുക, ഔട്ട്പുട്ടിലുള്ള VAയും കിട്ടുന്നത്. അതായത് V1 I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? V2 I2 ആയിരിക്കണം. ഇതിന്റെ ബേസിൽ നമുക്ക് ഇവിടുന്ന് കറണ്ടിന്റെ ഒരു റേഷ്യോ കൂടിയും കിട്ടും. I2 by I1 ഈസ് ഈക്വൽ ടു എന്ത് വരും? എന്താ പറയാ? V1 by V2 എന്നാണ് പറയാ. അതാണ് റിവേഴ്സ് ആയിട്ടാണ് വരിക. വിച്ച് ഈസ് ഈക്വൽ ടു 1 by K എന്നുള്ള രീതിയിൽ പറയാം. കറണ്ട് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1 by വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. അല്ലെങ്കിൽ ഇതിനൊക്കെ കൂടിയിട്ട് ആലോചിച്ച് വെക്കാൻ നമുക്ക് ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താ? V2 by V1 is equal to E2 by E1 which is equal to എന്താ? N2 by N1 and this is equal to I1 by I2. കറണ്ട് മാത്രമാണ് തിരിയുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ഓർഡറിലാണ്. വിച്ച് ഈസ് കോൾഡ് ദ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ഓക്കെ. ഇപ്പൊ ഇതൊക്കെയാണ് അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇനി നമ്മുടെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് വരാം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു. ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ആയി. ആ ഫ്ലക്സ് കാരണം ഒരു കറണ്ട് പ്രൊഡ്യൂസ് ആയി. ആ കറണ്ട് കാരണം ഒരു ഫ്ലക്സ് വന്നു. ആ ഫ്ലക്സ് കാരണം 2 EMF ഇൻഡ്യൂസ് ചെയ്തു. ഇതൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ അവിടുന്ന് കിട്ടിയ ഇക്വേഷൻസും ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ. ഈ വണ്ണും കൂടിയും ഞാൻ ഇതിന്റെ ഒപ്പം കൊടുന്ന് വയ്ക്കുന്നു.
ഓക്കെ, എനിവേ ഇവിടെ വയ്ക്കാം. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ് ആണ്. E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1m സൈൻ ഒമേഗ ടി മൈനസ് 5/2 ആണ്. E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ E2m സൈൻ ഒമേഗ ടി മൈനസ് 5/2 ആണ്. നമ്മളിപ്പോ തൽക്കാലം ഇതിന്റെ റെഫറൻസ് ആയിട്ട് ഫ്ലക്സിന് എടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഫ്ലക്സ് എടുത്ത് ഞാൻ ഇങ്ങനെ റെഫറൻസ് വരച്ചു എന്നുള്ള രീതിയിൽ. ഇത് അത് നമുക്ക് വേവ് ഫോം വരയ്ക്കാം, എന്നിട്ട് എന്തിലേക്ക് വരാം, ഫേസറിലേക്ക് വരാം. ഓക്കെ, ഇത് ഒമേഗ ടി ആക്സിസ് ആണ്. അപ്പൊ ഞാൻ ആദ്യം വരയ്ക്കുന്നത് എന്താ പറയാ, ഫ്ലക്സ് ആണ്. ഓക്കെ, ഫ്ലക്സ് വരയ്ക്കണമെങ്കിൽ പലതരത്തിൽ നമുക്കിത് വരയ്ക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ കൊടുത്ത സപ്ലൈ വോൾട്ടേജ് വെച്ച് തന്നെ തുടങ്ങണമെങ്കിൽ അങ്ങനെ തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തുടങ്ങാം. അപ്പൊ ഞാനിവിടെ സപ്ലൈ വോൾട്ടേജ് എന്നുള്ള രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ആദ്യം തന്നെ V1 വരച്ച് തുടങ്ങാവുന്നേ ഉള്ളൂ. ഞാനിവിടെ V1 ആണ് ആദ്യം വരയ്ക്കുന്നതെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ഫിഗറും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നുന്നു. ഓക്കെ, ഞാനിവിടെ വയ്ക്കുന്നത് ഇപ്പോ V1 ആണ് ഞാൻ ആദ്യം വരച്ചെന്ന് വിചാരിച്ചു. ഓക്കെ, V1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത് ഞാൻ വരയ്ക്കേണ്ടത് IE ആണ്. IE എങ്ങനെയായിരിക്കും? IE V1 തമ്മിലുള്ള റിലേഷൻ എന്താ? ഇവിടെ വോൾട്ടേജ്, നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു, അത് കാരണം ഇവിടെ സർക്കുലേറ്റ് ചെയ്യുന്ന കറണ്ട് ആണ് IE. ഈ IE-യും V1-ഉം എന്തായിരിക്കും റിലേഷൻ? ഇൻ ഫേസ് ആണോ, ലാഗിങ് ആണോ, ലീഡിങ് ആണോ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വേഗം പറയാട്ടോ. തോന്നുന്നു ഞാൻ വളരെ പതുക്കെയാണ് പോകുന്നത്. ഇതിന്റെ ബേസിക് കൺസെപ്റ്റുകളാണ്, നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതായിരിക്കാം. യാ, കറണ്ട് ലാഗ് ചെയ്യും. അത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമോ? ഇവിടെ നമ്മൾ കുറെ അസംഷൻ എടുത്തിട്ടാണ് തുടങ്ങി. വെരി ഗുഡ്, 90 ഡിഗ്രി. കാരണം നമ്മൾ പ്യുവർലി എന്താണ് അസ്യൂം ചെയ്തിട്ടുള്ളത്? നമ്മളുടെ വൈൻഡിങ് പ്യുവർലി ഇൻഡക്റ്റീവ് ആണ്, റെസിസ്റ്റൻസ് ഒന്നും ഇല്ല എന്നല്ല അസ്യൂം ചെയ്തിട്ടുള്ളത്. സോ വോൾട്ടേജിനെ എന്താ 90 ഡിഗ്രിയിൽ ലാഗ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവുക, കറണ്ട്. നമ്മൾ ബേസിക് റിലേഷൻ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ഞാൻ അപ്പോൾ കറണ്ട് വരയ്ക്കുമ്പോൾ എന്തായിരിക്കണം, 90 ഡിഗ്രിക്ക് ശേഷമായിരിക്കും എന്റെ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ കറണ്ട് വേവ് ഫോം ഞാൻ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഈ ഒരു രീതിക്കായിരിക്കും കറണ്ട് പോവുക. ഓക്കെ, ഈ ഒരു രീതിക്ക് പോകുന്നതായിരിക്കും കറണ്ട് ഉണ്ടാവുക. അതായത് ഇതിന് ശേഷം ഒരു 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് തുടങ്ങുക. അത് കാരണം സർക്കുലേറ്റ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് ഫ്ലൈ എന്ന് പറയുന്നത്. ഈ ഫ്ലൈ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു അസംഷൻ പറഞ്ഞു, പെർമിയബിലിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആണ്, ലീനിയർ ആണ് BH കർവ്. അതുകൊണ്ട് തന്നെ കറണ്ടിന് ഇൻ ഫേസ് ആയിട്ട് തന്നെ ആയിരിക്കും എന്ത് വരിക, ഫ്ലക്സ് വരിക. മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ നമുക്കൊന്ന് ഡിഫർ ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം എന്ന് മാത്രം. ഞാൻ ജസ്റ്റ് കൂടുതലായിട്ട് കാണിക്കുന്നു തൽക്കാലം. സോ അത് ഇൻ ഫേസ് ആയിരിക്കണം എന്തിന്, നമ്മളുടെ ഈ കറണ്ടിന്. ഓക്കെ, ഈ രീതിക്കാണ് നമ്മൾ എന്ത് വരുന്നത്, ഫ്ലക്സ് വരുന്നത്. അതിന്റെ മുന്നേ വരച്ച് നമ്മളുടെ യെല്ലോ നമ്മളുടെ IE ആണ്. IE എന്നാണ് അവിടെ കറണ്ടിന് പേര് കൊടുത്തതുകൊണ്ട് IE എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ അത് നമുക്ക് കിട്ടി. അപ്പൊ ഫ്ലക്സ് ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു നേരത്തെ റെഫറൻസ് ആയിട്ട് ഫ്ലക്സ് എടുത്തു എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഫ്ലക്സിനെ വെച്ചിട്ട് വേണം മറ്റേ സംഭവങ്ങൾ വരയ്ക്കുമ്പോൾ കാണിക്കാൻ. സോ ഫ്ലക്സിനെ രീതിയിൽ വരച്ചിട്ട് ഫ്ലക്സിനെ റിലേറ്റ് ചെയ്തിട്ട് വേണം ബാക്കി രണ്ട് കാര്യങ്ങൾ പറയാൻ. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാ? ഒന്ന് E1 ഈസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു, അതായത് E1m ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 5/2, മറ്റേതും മൈനസ് 5/2 തന്നെയാണ്. E1ഉം E2ഉം മാഗ്നിറ്റ്യൂഡുകൾ ഡിഫറെന്റ് ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, സ്റ്റെപ്പ് അപ്പ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ E2 എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഗ്രേറ്റർ ദാൻ E1 എന്നുള്ള രീതിയിൽ വരും, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആ രീതിയിലാണ്. അപ്പൊ വേവ് ഫോം ആ രീതിക്കായിരിക്കും വരിക. അപ്പൊ ഞാനിപ്പോ ഇത് വരയ്ക്കുകയാണെങ്കിൽ ഈ ഫ്ലക്സുമായിട്ട് എന്ത് റിലേഷനിലാണ് അത് കിടക്കുന്നത്? ഫ്ലക്സിന് 90 ഡിഗ്രി ഇക്വേഷൻ പ്രകാരം ഫ്ലക്സിന് 90 ഡിഗ്രി ലാഗിങ്ങിലാണ് എന്ത് വരേണ്ടത്, നമ്മളുടെ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന E1 എന്ന് പറയുന്ന EMF-ഉം E2 എന്ന് പറയുന്ന EMF-ഉം. അപ്പൊ ഇതും കഴിഞ്ഞ് 90 ഡിഗ്രി കഴിഞ്ഞിട്ട് വേണം അവർ തുടങ്ങാൻ. അപ്പൊ അത് എടുത്തു വരുമ്പോൾ ഏകദേശം എന്തായിട്ട് വരും, നമ്മളുടെ അപ്ലൈ ചെയ്ത വോൾട്ടേജിന് നേരെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്കത് കിട്ടും. ഓക്കെ, ഇതാണ് ഒരെണ്ണം എന്ന് വിചാരിക്കുക. ഇതാണ് എന്റെ എന്താ E2 എന്ന് വിചാരിച്ചോ, വലുത്. അപ്പൊ അതേപോലെ തന്നെ അതിന്റെ ഉള്ളിൽ തന്നെയാണ് എന്തും കൂടി ഉണ്ടാവുക, E1 കൂടി ഉണ്ടാവുക. ഇൻ ഫേസ് തന്നെയാണ് ഉണ്ടാവുക, കാരണം രണ്ടും 90 ഡിഗ്രി ലാഗിങ്ങിലാണല്ലോ കിട്ടിയത്. ഇതാണ് എന്ത് വരിക, നമ്മളുടെ E1 വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ആണ് ആദ്യം വരച്ചത്. അതിന് ഒരു 90 ഡിഗ്രി ലാഗിങ്ങിലാണ് നമ്മൾ എന്ത് വരുന്നത്, കറണ്ട്. അതിന് ഇൻ ഫേസ് ആയിട്ടാണ് നമ്മുടെ ഫ്ലക്സ്, ബിക്കോസ് BH കർവ് ലീനിയർ ആണ്. ഈ ഫ്ലക്സിന് എന്താ 90 ഡിഗ്രി ലാഗിങ്ങിലായിട്ടാണ് നമുക്ക് E1ഉം E2ഉം കിട്ടിയത്. അപ്പൊ E1ഉം E2 ഇങ്ങനെ വരച്ചു. അത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ, V1ന് 180 ഡിഗ്രി നേരെ എന്താ പറയാ, അഗെയിൻസ്റ്റ് ആയിട്ടാണ്
ആന്റിഫേസ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, E1ഉം E2ഉം കിട്ടുന്നത്. ഇതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്, വേവ് ഫോംസ് വരുന്നത്. ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ എന്തും കൂടി വരയ്ക്കാവുന്നതാണ്, ഫേസ് ഡയഗ്രാം വരയ്ക്കാം. അപ്പൊ ഞാൻ തൽക്കാലം ഫ്ലക്സ് ഫൈ ആണ് റെഫറൻസ് ആയിട്ട് എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് വെച്ചിട്ട് തുടങ്ങാം. ഫ്ലക്സ് ആണ് ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് വരയ്ക്കാൻ. ഇപ്പൊ ഫൈ അതിന്റെ ലോങ് തന്നെയാണല്ലോ നമ്മുടെ IE എന്ന് പറയുന്ന കറണ്ടും. ഇവിടെയാണ് നമ്മുടെ IE എന്ന് പറയുന്ന കറണ്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് 90 ഡിഗ്രി ലാഗിങ്ങിലായിട്ടാണ് എന്ത് നമ്മൾ വരയ്ക്കേണ്ടത്, E2ഉം E1ഉം വരയ്ക്കേണ്ടത്. സോ E2 എന്ന് പറയുന്നത് കുറച്ച് വലുതായിട്ട് വരയ്ക്കാം. സോ ദിസ് ഈസ് E2. അതിൽ തന്നെയാണ് എന്തുകൂടി എടുക്കുന്നത്, E1ഉം എടുക്കുന്നത്. ഓക്കെ, ഇതിൽ V1 എന്ന് പറയുന്ന ഒരു സാധനം കൂടി നമുക്ക് വരയ്ക്കാലോ. V1 എവിടെയാ വരിക, V1 എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം. ഒന്നെങ്കിൽ എന്ത് രീതിയിൽ ചിന്തിക്കാം, ഫ്ലക്സിന് 90 ഡിഗ്രി മുന്നില്, അല്ലെങ്കിൽ നമ്മളുടെ എന്തിന് നേരെ ഓപ്പോസിറ്റ് ആണ്, ആന്റിഫേസ് ആയിട്ടാണ് കിടക്കുന്നത് E1ഉം E2നും. അപ്പൊ അത് എവിടെയായിട്ട് വരും, ഈ രീതിക്കാണ് വരിക. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്, V1. അതിന്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താ, V1 ഈക്വൽ ടു ഓൾറെഡി ഞാൻ പറഞ്ഞു പോയ കാര്യമാണ്. V1 ഈക്വൽ ടു എന്താ, ബൈ ലെൻസസ് ലോ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ പ്രൈമറി. അതിനൊരു പേരും കൂടി ഞാൻ പറഞ്ഞു, എന്നിട്ട് അവിടെ പറഞ്ഞ കാര്യമാണ്, V1 ഷുഡ് ബി ഈക്വൽ ടു മൈനസ് E1. അതുകൊണ്ടാണ് അതിനെ കൗണ്ടർ EMF. ക്ലിയർ അല്ല, ഓർമ്മയില്ലേ, മനസ്സിലാവുന്നില്ലേ പറയുന്ന കാര്യങ്ങള്. V1 ഈക്വൽ ടു മൈനസ് E1 എന്നാണ് കിട്ടുക. ക്ലിയർ അല്ലേ? ഓക്കെ, അത് ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ വളരെ ഡീപ്പിലേക്കും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. സർഫസ് ലെവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത് തന്നെ. എവിടെയെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽ ആവാനുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്തിട്ട്, ഫേസർ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളുടെ വേവ് ഫോമിന്റെ ബേസിൽ. ഈ വേവ് ഫോമിനെ എക്സാക്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആണ് ഫേസർ എന്ന് പറഞ്ഞാൽ. വേറെ പ്രത്യേകിച്ച് അതിൽ ഒന്നും നമുക്ക് അതിൽ മനസ്സിലാക്കാനില്ല. അപ്പൊ ഇത്രയാണ് നമ്മളുടെ നോ ലോഡ് കണ്ടീഷനിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഈ കാണുന്നത്, നോ ലോഡിലുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിലേക്ക് ഐഡിയൽ ആണ് കേട്ടോ, ഇത് ഞാൻ പറയാണ്, ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ നോ ലോഡാണ്. ഐഡിയൽ ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്, ഓൺ നോ ലോഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതില് നേരത്തെ ഇവിടെ ഒരു സ്വിച്ച് കാണിച്ചിട്ടുണ്ടല്ലോ, ഈ സ്വിച്ച് ഒന്ന് ഇവിടെ ക്ലോസ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഈ സ്വിച്ച് ഇവിടെ അടച്ചാൽ എന്ത് സംഭവിക്കും, അതായത് ഇതിനെ ഇവിടേക്ക് നമ്മൾ കൊടുന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എന്താ സംഭവിക്കുക, സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി സർക്യൂട്ട് ഈസ് ക്ലോസ്. ഇവിടെ ഒരു ഈ സാധനം എന്ന് പറയുന്ന ഒരു ഇമ്പിഡൻസ് ആയിട്ട് കണക്കാക്കിക്കോ, ZL എന്ന് വിളിച്ചോ, ഇമ്പിഡൻസ് ആണ്. അപ്പൊ എന്താ സംഭവിക്കുക, ഇവിടെ സ്വിച്ച് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ പാത്ത് എന്തായി, കംപ്ലീറ്റ് ആയി. ദർ വിൽ ബി എ കറന്റ് ഫ്ലോ, ഒരു കറണ്ട് അവിടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. സെക്കൻഡറി ടെർമിനൽ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. പിന്നെ നമുക്ക് ഇവിടെ അറിയാം എന്താ, നമ്മൾ പ്യൂർലി റെസിസ്റ്റിംഗ് ഒക്കെ എടുത്തുകൊണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇവിടുത്തെ ഉണ്ടാവുന്ന E2ഉം V2 ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും എഗെയിൻ ഏത് ലോ അപ്ലിക്കബിൾ ആവും, ലെൻസസ് ലോ എന്ന് പറഞ്ഞ സാധനം ഇവിടെയും അപ്ലിക്കബിൾ ആവും. ഇവിടെയും ഒരു കറണ്ട് സർക്കുലേറ്റ് ചെയ്യണമല്ലോ, ഇതിന്റെ ഉള്ളിൽ ഒരു കറണ്ട് സർക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ സർക്കുലേറ്റ് ചെയ്യുന്ന കറന്റ് അതിനെ I2 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓഫ് സച്ച് ഡയറക്ഷൻ സച്ച് ദാറ്റ് ഇവിടെ ഈ കറണ്ട് സർക്കുലേറ്റ് ചെയ്യുന്ന കറണ്ട് കാരണം ഒരു MMF ഉണ്ടാവും. ഓക്കെ, ഇവിടെ എഴുതാം, അവിടെ സർക്കുലേറ്റ് ചെയ്യുന്ന കറണ്ട് I2 ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് കാരണം ഒരു MMF ഉണ്ടാവും. ആ MMF എന്ന് പറഞ്ഞാൽ എന്താ, I2 into N2, നമ്പർ ഓഫ് ടേൺസ് N2 ആണല്ലോ, കറണ്ട് കാരണം ഉണ്ടാവുന്ന MMF. ലെൻസസ് ലോ പ്രകാരം ഈ MMF എന്ത് ചെയ്യണം, ദിസ് ഷുഡ് ഒപ്പോസ് ദ മ്യൂച്വൽ ഫ്ലക്സ്. അവിടത്തെ മ്യൂച്വൽ ഫ്ലക്സ്, അതായത് നമ്മൾ പറയുന്ന ഫൈ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാൻ നോക്കണം. അതാണ് ലെൻസസ് ലോ. എന്താണോ ഇതിനെ കോസ് അതിനെ ഒപ്പോസ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ഈ മ്യൂച്വൽ ഫ്ലക്സ് കാരണമാണ് ഇവിടെ എന്തുണ്ടായത്, EMF ഇൻഡ്യൂസ് ചെയ്തത്. സർക്യൂട്ട് ക്ലോസ് ചെയ്തപ്പോൾ കറണ്ട് വന്നു, ആ കറണ്ട് അതിന്റെ കോസിനെ ഒപ്പോസ് ചെയ്യണം. അപ്പൊ അത് ഒപ്പോസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ ടെർമിനലിനൊന്നും പേര് കൊടുത്തിട്ടുണ്ടാകുന്നില്ല, പേരുകളൊക്കെ ഒന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇതിപ്പോ ജസ്റ്റ് ഇവിടെ എയും ബിയും എന്ന് ഇട്ടു വിചാരിക്കുക, ഇവിടെ C
ദിസ് ഈസ് ഡി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാവണമെങ്കിൽ കറണ്ട് എവിടുന്ന് എവിടേക്ക് പോകേണ്ടി വരും? ഈ ഡി എന്ന് പറഞ്ഞ ടെർമിനലിൽ നിന്ന് വിട്ട് ലോഡ് വഴി സി എന്ന ടെർമിനലിലേക്ക് പോകണം. ഈ രീതിയിലായിരിക്കണം I2 ഇവിടെ ഫ്ലോ ചെയ്യേണ്ടി വരിക. എന്നാലാണ് എന്ത് ചെയ്യുള്ളൂ? അതിന്റെ ഓപ്പോസ് ചെയ്യുള്ളൂ. അതായത് ഇവിടുത്തെ കേസിൽ നമ്മൾ നേരത്തെ ഒരു അസംഷൻ പ്രകാരം ഈ എ എന്ന് പറയുന്ന ടെർമിനൽ പോസിറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു ബി. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ടെർമിനൽ ആയിരിക്കണം പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സി. ഡി ആയിരിക്കണം എന്താ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സി. സോ ദിസ് ഷുഡ് ബി നെഗറ്റീവ്. ആ രീതിക്കായിരിക്കണം വരേണ്ടത്. ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇത് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സി എന്നുള്ള രീതിയിലായിരിക്കും. കറണ്ട് ഈ ഒരു രീതിക്ക് വേണം ഫ്ലോ ചെയ്യാൻ ടു മീറ്റ് ലെൻസസ് ലോ. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന നമ്മളുടെ MMF എന്ന് പറയുന്നത് വിച്ച് ഈസ് I2 into N2 ഷുഡ് ഒപ്പോസ് ദ മ്യൂച്വൽ ഫ്ലക്സ്. അപ്പൊ അവിടെയുള്ള മ്യൂച്വൽ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യണം. ഓക്കെ, അതായത് എഫക്റ്റീവ്ലി നമുക്ക് പറയാം നമ്മുടെ ഈ സെക്കൻഡറി എന്ന് പറയുന്നത് ഒരു സോഴ്സ്, വോൾട്ടേജ് സോഴ്സ് പോലെ ആക്ട് ചെയ്യാണ്. ആ സോഴ്സിന്റെ ഈ ഒരു ടെർമിനലാണ് പോസിറ്റീവ് ടെർമിനൽ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാൻ ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഒരു നോർമൽ കേസിൽ ഇതാണ് പൊളാരിറ്റി വരിക എന്നുള്ള ആലോചിക്കുക. ഇവിടെ പ്ലസ് മൈനസ് ആണെങ്കിൽ ഇവിടെ ഈ ടെർമിനലായിരിക്കണം നമ്മുടെ പ്ലസും ഇതായിരിക്കണം മൈനസും. അതായത് പൊളാരിറ്റി മാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് എന്താ പറയാ വൈൻഡിങ് വൗണ്ട് ചെയ്തിട്ടുള്ള അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്, പൊളാരിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാനത് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോ ലോഡ് വന്നപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. എന്ത് വന്നത്? I2 എന്ന് പറഞ്ഞ കറണ്ട് വന്നത് സ്വിച്ച് ക്ലോസ് ആയപ്പോ. അത് കാരണം ഒരു MMF ഉണ്ടായി. ആ MMF എന്തിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്? നമ്മളുടെ മ്യൂച്വൽ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫ്ലക്സ് ഫൈനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ അപ്പുറത്തായിട്ട് എഴുതാം. അതായിരിക്കും ഒരു സെക്കൻഡ്. ഓക്കെ, അവിടെ വെച്ച് സ്ഥലം ഉണ്ടാക്കി ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോ ലോഡ് വന്നപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? ഈ ഒരു സംഭവം വന്നത്. I2 വന്നു. അത് കാരണം I2 N2 വന്നു. അത് എന്തിനെ ഒപ്പോസ് ചെയ്യുന്നു? നമ്മളുടെ മ്യൂച്വൽ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുക? മ്യൂച്വൽ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫ്ലക്സ് കുറയുന്ന ഒരു എഫക്റ്റ് ആണ് വരുന്നത്. സോ ഫ്ലക്സ് കുറയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വരുന്നത്? ഫ്ലക്സ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇൻഡ്യൂസ്ഡ് EMF കുറയാന്നുള്ള ഒരു മീനിങ് ആണ്. ദാറ്റ് ഈസ് E1 ഒക്കെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു പോലെ വരും. സോ E1 റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഐഡിയൽ ആണ് ട്രാൻസ്ഫോമർ. ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ അറിയാം V1 ഈസ് ഈക്വൽ ടു മൈനസ് E1 എന്നാണൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താ നമ്മളെ സപ്ലൈ വോൾട്ടേജ് കുറയാൻ ശ്രമിക്കുന്ന പോലെയാണ്. പക്ഷെ അത് ഐഡിയലി നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ നമ്മളുടെ സപ്ലൈ വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ് അറ്റ് V1 ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് സംഭവിക്കേണ്ടി വരും? ഇത് കുറയാൻ പറ്റില്ല. ഇത് കുറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തും കുറയാൻ പറ്റില്ല, E1 കുറയാൻ പറ്റില്ല. E1 കുറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഫ്ലക്സും കുറയാൻ പറ്റില്ല. അപ്പൊ അതാണ് നമുക്ക് ഇവിടുത്തെ ഒരു പ്രശ്നം വരാൻ പോകുന്നത്. ഈ ഒരു MMF എന്ന് പറയുന്നത് അതിന്റെ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും, ഫ്ലക്സ് കുറയ്ക്കാൻ നോക്കും, EMF കുറയ്ക്കാൻ നോക്കും. അതിന്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മൾ വരുമ്പോൾ വോൾട്ടേജ്, സപ്ലൈ വോൾട്ടേജ് കുറയാന്നുള്ള ഒരു കാര്യമാണ്. അത് നടക്കുന്ന കാര്യമില്ല. അപ്പൊ പിന്നെ എന്ത് പാടില്ല? E1 കുറയാൻ പാടില്ല, ഫൈയും കുറയാൻ പാടില്ല. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സംഭവിക്കണമെങ്കിൽ ഈ കാര്യങ്ങളിലൊന്നും മാറ്റം ഇല്ലാണ്ട് ഇരിക്കണമെങ്കിൽ എന്താണ് നടക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും മാറ്റം ഇല്ലാണ്ട് ഇരിക്കണമെങ്കിൽ അവിടെ ഒരു അഡീഷണൽ എമൗണ്ട് ഓഫ് കറണ്ടിനെ വലിക്കണം. ആര്? പ്രൈമറി അഡീഷണൽ. ഇത് കോൺസ്റ്റന്റ് ആവണം. സോ ഫൈ ആൻഡ് ഇ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കണം. ഇത് നടക്കണമെങ്കിൽ എന്തായിരിക്കണം? പ്രൈമറി ഡ്രോസ് മോർ കറണ്ട് വലിക്കും. സേ ആ കറണ്ടിനെ ഞാൻ ഒരു I1 ഡാഷ് എന്ന് വിളിച്ചെന്ന് വിചാരിച്ചു. I1 ഡാഷ് ഫ്രം സോഴ്സിൽ നിന്ന് അഡീഷണൽ കറണ്ട് വലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ അഡീഷണൽ കറണ്ട് എന്തിനാണ് വലിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ. ഏത് എഫക്റ്റിനെ? ന്യൂട്രലൈസ് I2 N2 ന്യൂട്രലൈസ് I2 N2 ഈ ഒരു എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യുക. അതായത് ഡീമാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് F2 എന്ന് വിളിക്കാട്ടോ. ഈ I2 N2 നെ F2 എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ F2 നെ ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു അഡീഷണൽ കറണ്ടും കൂടി എടുത്തിട്ട് ആ ഒരു എഫക്റ്റ് അവിടെ നള്ളിഫൈ ചെയ്തിട്ട് V1 കോൺസ്റ്റന്റ് ആയി നിർത്തും. എഫക്റ്റീവ്ലി ഫൈയും E1 കോൺസ്റ്റന്റ് ആവുന്ന രീതിയിലാണ് അവിടെ നടക്കുന്നത്. ഇതാണ് ലോഡ് ചെയ്യുന്ന നേരത്ത് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ?
ക്ലിയർ? ഓക്കെ ഓക്കെ. അപ്പൊ അത് മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. അഡീഷണൽ ആയിട്ട് എന്ത് വലിച്ചു? നമ്മൾ ഒരു കറണ്ട് വലിച്ചു I1 ഡാഷ്. ഈ I1 ഡാഷ് എവിടെ വലിക്കുന്നത്? പ്രൈമറിയിലാണ് വലിക്കുന്നത്. സോ അതിന്റെ MMF എന്താണ്? I1 ഡാഷ് N1 ആണ്. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്താ? I2 N2. ഇതാണ് അവിടുത്തെ പ്രശ്നക്കാരുണ്ടായിരുന്നത്. അയാളെ ബാലൻസ് ചെയ്ത് ഒഴിവാക്കി കളയണം. അപ്പോ ഇതിലത്തെ നമ്മളുടെ ഈ I1 ഡാഷിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ലോഡ് കോമ്പണന്റ് ഓഫ് പ്രൈമറി കറന്റ്. ലോഡ് കോമ്പണന്റ് ഓഫ് പ്രൈമറി കറന്റ്. ആ രീതിക്ക് നമുക്ക് അതിനെ വിളിക്കാം. അതായത് ഇതിന്റെ മീനിങ് ഇത്രേ വരുന്നുള്ളൂ. രണ്ട് MMF ഈക്വൽ ആവുക. അതായത് ഏത് MMF? I1 ഡാഷ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താ? കോമ്പൻസേഷൻ ആണ്. കോമ്പൻസേറ്റിംഗ് പ്രൈമറി MMF. അതിനെ വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? F1 ഈസ് ഈക്വൽ ടു എന്താ? സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്ത MMF. സെക്കൻഡറി MMF which is F2. F1ഉം F2ഉം ഈക്വൽ ആവുക. I2 എന്ന് കറണ്ട് വന്നപ്പോൾ ഉണ്ടായ ഫ്ലക്സ് MMF അവിടെ ഒപ്പോസ് ചെയ്യാൻ നോക്കി. അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമ്പൻസേഷൻ വന്നതാണ് I1 ഡാഷ് ഇൻറ്റു N1. അതായത് ഇനിയിപ്പോ സെക്കൻഡറിയിൽ എന്തൊരു ചേഞ്ച് വന്നാലും അതൊക്കെ ആര് നോക്കിക്കോളും? I1 ഡാഷ് നോക്കിക്കോളും. എനി ചേഞ്ച് ഇൻ ദ സെക്കൻഡറി കറന്റ് ഈസ് അറ്റ് വൺസ് റിഫ്ലക്റ്റഡ് ഇൻ ദ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ പ്രൈമറി കറന്റ്. ഓക്കെ. അപ്പൊ അതിനനുസരിച്ച് അവിടെ ഫ്ലക്സ് ആൾട്ടർ ചെയ്യാണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കോളും. സോ കോർ ഫ്ലക്സ് എന്ന് പറയുന്നത് ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കോൺസ്റ്റന്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലോഡ് കറന്റ്. അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള കോമ്പണന്റ് ആണ് ഈ പറയുന്നത്. ഈ ബേസിസിൽ നമുക്ക് നമ്മുടെ ഫേസർ ഡയഗ്രത്തിനെ മറ്റേ ഡയഗ്രത്തിൽ മാറ്റം വരുത്തി വരയ്ക്കുന്നില്ല. ഫേസർ ഡയഗ്രത്തിനെ വേണമെങ്കിൽ നമുക്ക് മാറ്റി വരയ്ക്കാം. അതായത് നമ്മൾ അസ്യൂം ചെയ്യാണ്, അസ്യൂമിങ് ദിസ് I2 എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ആണെന്നുള്ള രീതിയിൽ കേട്ടോ. I2 to lag behind V2 by say some angle by an angle θ2. θ2 എന്ന് പറയുന്ന ഒരു ആംഗിളിൽ അതിനെ ലാഗ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമുക്കത് എങ്ങനെ വരയ്ക്കാം? ഇപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മളുടെ ബേസ് ആയിട്ട് നമ്മൾ വരച്ചാർന്ന എന്തായിരുന്നു? ഫ്ലക്സ് ആണ്. അപ്പോൾ ഫ്ലക്സ് ഇവിടെ വരയ്ക്കുന്നു. അതിന് ഇൻ ഫേസ് ആയിട്ട് തന്നെയാണ് നമ്മൾ എന്തുണ്ടാവുക? നമുക്കറിയാം IE ഉണ്ടാവുക. അതോടെ വരച്ചു. ഇനി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ E1ഉം E2ഉം ആണ്. സോറി, ഓക്കെ. സോ ഇത് E1 ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം V2 ആണെന്നുള്ളത്. അത് എഴുതണമെന്നില്ല, അതോടെ കിടന്നോട്ടെ. എനിവേ ഇതിനെ എന്താ പറയാ, ലാഗിങ്ങിലായിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? I2 എന്ന് പറയുന്ന കറണ്ട് വരയ്ക്കുന്നത്. ഓക്കെ. സോ ഇതൊരു ആംഗിൾ എന്താ? θ2 എന്നുള്ള ആംഗിള് ഇതാണ് നമ്മളുടെ I2 എന്ന് വിചാരിക്കുക. ഇതാണ് I2 എങ്കിൽ നമ്മളുടെ MMF എന്ന് പറയുന്ന F2 എന്ന് പറയുന്ന MMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? I2 into N2 ആണ്. അത് ഏതിൽ തന്നെ ആയിരിക്കും വരിക? ഇതേ ഒരു ലൈനിൽ തന്നെ ആയിരിക്കും വരിക. ഇതാണ് എന്റെ F2 എന്നുള്ള രീതിയിൽ എനിക്ക് വേണമെങ്കിൽ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ അറിയാം F2ഉം F1ഉം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അവർ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകണം. ഇതാണ് F2 എങ്കിൽ നമ്മളുടെ F1 എവിടെ ആയിട്ട് വരണം? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരണം. ആര്? F1 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ F1 ജസ്റ്റ് ഇതിനെ എങ്ങനെയായിട്ട് വരും? ആന്റി പാരലൽ ആയിട്ട് രീതിയിൽ വരും F1. അപ്പൊ ഇത് F1 ആണെങ്കിൽ ഇതിലായിരിക്കും നമ്മളുടെ ഏത് കറണ്ട് എടുക്കുന്നുണ്ടാവുക? I1 ഡാഷ് എന്ന് പറയുന്ന കറണ്ട് എടുക്കുന്നുണ്ടാവുക. അപ്പൊ നേരത്തെ ലോഡ് എന്താ പറയാ ഇല്ലാത്തപ്പോ വെറും IE മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ ഏതൊരു കോമ്പൗണ്ടും കൂടി അവിടെ കയറി വന്നിട്ടുണ്ട്? IE ഡാഷ് വന്നിട്ടുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് ആയിരിക്കും നമ്മളുടെ എന്ത് കറണ്ട്? പ്രൈമറിയിലത്തെ കറണ്ട് എന്ന് പറയുന്നത്. ഇഫ് ഐ ആം റെപ്രസെന്റിങ് ഇറ്റ് ബൈ I1, ഈ I1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവരുടെ റിസൾട്ടന്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിന്റെ ഒരു റിസൾട്ടന്റ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? I1 എന്ന് പറയുന്ന കറണ്ട് കിട്ടുക. ഇനി ഇവിടെ എന്തിനും കൂടി വേണമെങ്കിൽ നമുക്ക് ഇവിടെ വരയ്ക്കാവുന്നതാണ്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്തുണ്ടാവും? സോറി, ഓക്കെ. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളുടെ എന്ത് കിടക്കും? V1. ഓക്കെ, -E1 ഉണ്ട്. ഇതിനായിട്ട് ഇനി ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? θ1. V1ഉം I1ഉം തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മുടെ θ1, ഇൻപുട്ടിലത്തെ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് θ2 ആണെങ്കിൽ ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും? θ2 ആയിരിക്കും.
ഓക്കെ, ഇതാണ് ലോഡ് കണ്ടീഷൻ. ലോഡഡ് കണ്ടീഷനിൽ ഇതിന്റെ എന്ത് വരാൻ പോകുന്നത്, ഫേസർ ഡയഗ്രാം വരാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു കാര്യം ഇതിൽ നിന്ന് എഴുതാവുന്നത് നമ്മുടെ എന്താ, I1 ഈസ് വെക്ടർ. അതെന്ന് പറയുന്നത് എന്തിന്റെ റിസൾട്ടന്റ് ആണ്, I1 ഡാഷിന്റെയും ഐയുടെയും റിസൾട്ടന്റ് ആണ്. ഇത് നോ ലോഡിലത്തെ കോമ്പണന്റ്, ഇത് ലോഡ് വന്നപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ടോട്ടൽ പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ പവർ ഫാക്ടർ ഓഫ് പ്രൈമറി സൈഡ് ഓഫ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് അത് വേണമെങ്കിൽ എഴുതാം. പവർ ഫാക്ടർ ഓഫ് പ്രൈമറി ഓഫ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്താ വരിക, വിൽ ബി കോസ് θ1. അവിടുത്തെ ആംഗിൾ θ1 ആയതുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിൽ നിന്നാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ പറയാ, ഇതിലിപ്പോ വേണമെങ്കിൽ ഐ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ, നെഗ്ലക്ട് ആണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, I1 ഡാഷും I1ഉം എന്തായിട്ട് വരും, ഈക്വൽ ആയിട്ട് വരും. ആ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റിലേഷൻ പ്രകാരം ഇവിടെ നമുക്ക് എഴുതാവുന്ന ഒരു കാര്യം എന്താ, I1 by I2 ഈസ് ഈക്വൽ ടു N1 എന്താ N2 by N1 എഴുതാം. ഓർ I1 N1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, I2 N2 എന്നുള്ള രീതിയിൽ ഒരു റിലേഷൻ കിട്ടും. അതായത് പ്രൈമറി ആംബിയർ ടേൺസ് വിൽ ബി ഈക്വൽ ടു എന്താ, സെക്കൻഡറി ആംബിയർ ടേൺസ് എന്നുള്ള രീതിയിലും നമുക്ക് ഇവിടുന്ന് ഒരു റിലേഷൻ കിട്ടാവുന്നതാണ്. അതേപോലെ തന്നെ പ്രൈമറി ഇതിൽ പറയുന്ന വേറൊരു കാര്യം, പ്രൈമറി VA ഈക്വൽ ടു എന്താ, സെക്കൻഡറി VA എന്നുള്ളത്. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വേറെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ് ഇതിൽ ബേസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഉള്ളൂ. ഓക്കെ, ഇത്ര ഇതിൽ ഞാൻ അടുത്ത കേസ് അപ്പുറത്തേക്ക് പോകുന്നില്ല. അപ്പുറത്തത് എന്തായാലും നിങ്ങളുടെ എന്താ ഒരു ഡിപ്ലോമക്കാർ പഠിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അതായത് ഇത് എളുപ്പമാണ്, പറഞ്ഞു പോവുകയാണെങ്കിൽ രസകരമായിട്ട് പറഞ്ഞു പോകാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആവശ്യപ്രകാരം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അതായത് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിലേക്ക് അവിടെ ലീക്കേജും റെസിസ്റ്റൻസും ഒക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള രീതിയിലേക്ക് പോകുന്നില്ല. പക്ഷെ ജസ്റ്റ് നമുക്ക് എന്താ ടെസ്റ്റുകൾ ഇതിലുണ്ട്. അപ്പൊ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ബ്രീഫ് ആയിട്ട് ഞാൻ ഇക്വലന്റ് സർക്യൂട്ട് ഒന്ന് വരുന്ന നേരത്ത് പറയാമെന്ന് മാത്രം. അതിന് മുന്നേ ഇതിൽ ഒരു ആവശ്യമുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം. റേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. സോ റേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, സോറി, എങ്ങനെയാ ട്രാൻസ്ഫോമറിനെ റേറ്റ് ചെയ്തിട്ടുണ്ടാവുക? റേറ്റിംഗ് എന്ന് പറയുന്നത് മാനുഫാക്ചറർ തരുന്ന കാര്യമാണ്. അപ്പൊ മാനുഫാക്ചർ എന്തിനൊക്കെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക? എങ്ങനെയാ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ്? പ്ലീസ്. യാ, KVA. ഓക്കെ, ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് മെയിൻ ആയിട്ട് പറയുമ്പോൾ KVA 3 കാര്യങ്ങൾ പറയൂട്ടോ. ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് പറയുമ്പോൾ സ്മോൾ ലെറ്റർ K ആണ്, KVA, ഒരു V1/V2 ഒരു റേഷ്യോ കൂടി തന്നിട്ടുണ്ടാവും. അതിന്റെ ഒപ്പം തന്നെ എന്തും കൂടി തന്നിട്ടുണ്ടാവും, ആൻഡ് ഫ്രീക്വൻസി. ഇത്രയും കാര്യങ്ങൾ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് സ്പെസിഫൈ ചെയ്യുമ്പോൾ പറയും. ഈ KVA എന്ന് പറയുന്നത് ഇതിന്റെ എന്താ, റേറ്റഡ് ഔട്ട്പുട്ട് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഈ V1/V2 എന്ന് പറഞ്ഞാൽ എന്താ, റേറ്റഡ് വോൾട്ടേജസ് ആണ് ഉദ്ദേശിക്കുന്നത്. റേറ്റഡ് വോൾട്ടേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാലോ. പ്രൈമറി സെക്കൻഡറി നമ്മൾ ഇഷ്ടം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അത് ഏതാണ് പ്രൈമറി ഏതാണ് സെക്കൻഡറി എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് റേഷ്യോ മാത്രമേ പറയുള്ളൂ V1/V2. ഈ F എന്ന് പറയുന്നത് ഇതെന്താണ്, ഇതിന്റെ റേറ്റഡ് ഫ്രീക്വൻസി ആണ്, ഇതിന്റെ റേറ്റ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി. സോ ദിസ് ഈസ് ഇറ്റ്സ് റേറ്റഡ് ഫ്രീക്വൻസി. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതില് നമുക്ക് വേറൊരു കാര്യം പറയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ആക്ച്വലി പ്രൈമറിക്കും സെക്കൻഡറിക്കും റെഫേർഡ് ടു ആയിട്ടുള്ള രീതിയിലാണ് പറയുക. കാരണം ട്രാൻസ്ഫോമർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഐഡിയൽ നിന്ന് പ്രാക്ടിക്കലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ലോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി കമ്പാരിറ്റീവ്ലി വളരെ ഹൈ ആണ്, 99 ഒക്കെ അടുത്ത് വരാം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ റേറ്റഡ് രണ്ട് സൈഡിലെയും റേറ്റിംഗ് സെയിം എന്നുള്ള രീതിയിലാണ് എടുക്കുക. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ്, വൈ ട്രാൻസ്ഫോമർ റേറ്റിംഗ് ഈസ് ഗിവൺ ഇൻ KVA? ഓക്കെ, പ്ലീസ് ആൻസർ. നിങ്ങൾക്ക് ആൻസർ പറയാവുന്നതാണ്. ഇതിന്റെ ബേസിൽ ക്വസ്റ്റ്യൻസ് വരാം. ട്രാൻസ്ഫോമർ റേറ്റിംഗ് KV എന്തിലാണ് ട്രാൻസ്ഫോമർ റേറ്റ് ചെയ്തിട്ടുള്ളത് ചോദിക്കാം. എന്താണ് അതിനുള്ള റീസൺ? അത് പല ഓപ്ഷൻസ്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ടോപ്പിക് ആയിട്ട് എടുത്ത് പറയാമെന്ന് വിചാരിച്ച്. വൈ ട്രാൻസ്ഫോമർ റേറ്റിംഗ് ഇൻ KVA?
ആൻസർ പ്ലീസ്. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്താ ആൻസർ? നിങ്ങൾക്ക് അറിയുന്ന പറഞ്ഞോളൂ, കുഴപ്പമില്ല. നോ ഐഡിയ. ഓക്കെ, അടുത്ത ആൾക്ക്. ഇതെപ്പോഴും എനിക്ക് തോന്നുന്നു ലബോറട്ടറിയിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് ലാബിൽ പോയാലും നമ്മൾ എന്താ AC മെഷീൻസ് ലാബിൽ ചോദിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള വൈവ ക്വസ്റ്റ്യൻ ആണ് ട്രാൻസ്ഫോമർ റേറ്റിംഗ് ഈസ് ഇൻ KVA. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണോ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ചോദിക്കുന്ന ട്രാൻസ്ഫോമർ ഈസ് റേറ്റഡ് ഇൻ ഡാഷ് KVA, KW, KVAR എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. അപ്പൊ അതിലെ ഓപ്ഷൻ KVA ആണ്. എന്തുകൊണ്ടാണ് KVA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ മെഷീൻസിനൊക്കെ റേറ്റ് ചെയ്യുക അതിന്റെ ടെമ്പറേച്ചർ റൈസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ റൈസിന്റെ ബേസിലാണ്. ആക്റ്റീവ് പവർ അല്ലെങ്കിൽ ലോസസിന് കാരണമായിട്ടുള്ള ആക്റ്റീവ് പവർ ആ രീതിയിലൊക്കെയാണ് വരാറ്. അതിപ്പോ ട്രാൻസ്ഫോമറിന് മാത്രമല്ല KVA റേറ്റിംഗ്, വേറെ എന്തിനെങ്കിലും KVA റേറ്റിംഗ് കേട്ടിട്ടുണ്ടോ? ട്രാൻസ്ഫോമറിന് മാത്രമാണോ? ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്ററും കൂടി നമ്മൾ എന്ത് പറയാറുണ്ട്? KVA പറയാറുണ്ട്. അതിനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു മോട്ടോർ ആണെങ്കിൽ, മോട്ടോർ ആണ് നമ്മളുടെ കയ്യിലുള്ള സാധനം എന്ന് വിചാരിക്കുക. മോട്ടർ ആണെങ്കിൽ അതിന്റെ എന്തായാലും വാട്ടിൽ അല്ലെങ്കിൽ കിലോ വാട്ടിലാണ് പറയാ. കാരണം നമുക്ക് അറിയാം വി നോ ദ ഔട്ട്പുട്ട്, വി നോ ദ ലോഡ്. നമുക്ക് എന്താണ് ലോഡ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കിലോ വാട്ട് ആക്റ്റീവ് പവർ തന്നെയാണ് പറയുന്നത്. പിന്നെ മോട്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ ആണ് കൺവേർഷൻ വരുന്നത്. അപ്പൊ ആ രീതിക്ക് നമുക്ക് അത് അവിടെ ഫിക്സ് ചെയ്ത് പറയാം. ഇപ്പൊ ഒരു ട്രാൻസ്ഫോമറിന്റെ കേസ് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ചുമ്മാ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തിട്ട് അത് പറയാവുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് വെറുതെ വരയ്ക്കുന്നതാണ് കേട്ടോ, വേറെ ഒന്നും നോക്കണ്ട. എന്റെ കയ്യിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഇവിടെ നമ്മൾ പ്രൈമറി ആണ്, ഇപ്പുറത്ത് നമ്മൾ അതിന്റെ സെക്കൻഡറി ലോഡ്. ഇത് നമ്മുടെ പ്രൈമറി, ഇത് നമ്മുടെ സെക്കൻഡറി. ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമർ ആണ് എന്റെ കയ്യിൽ കിടക്കുന്നത്. അപ്പൊ എന്റെ ലോഡ് എന്ന് പറയുന്നത് എനിക്കറിയാം. മൈ ലോഡ് ഈസ് റിക്വയറിംഗ്, ലോഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 100 kW. 100 kW ആണ് ലോഡ് എന്ന് വിചാരിച്ചോ. ഓക്കെ, ലോഡ് എന്ന് പറയുന്നത് 100 kW ആണ്. ഓക്കെ, അപ്പോ ഇനി ഇവിടെ എന്താ മാനുഫാക്ചറർ ഇതിപ്പോ സ്പെസിഫൈ ചെയ്തേക്കാണ്. ഇങ്ങനെ വിചാരിച്ചോ 1 kV ആൻഡ് 100 kW എന്ന് പറഞ്ഞിട്ടാണ് മാനുഫാക്ചർ സ്പെസിഫൈ ചെയ്തത്. അത് നമുക്ക് ലോഡ് വേണ്ടത് കിലോ വാട്ടിലാണ്. മാനുഫാക്ചർ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് ഇട്ടേക്കാണ്. അയാൾ എന്തെന്ന് പറഞ്ഞിട്ട് 100 kW എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. 1 kV എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഏത് പെർട്ടിക്കുലർ ലോഡിലാണ് കൊണ്ടുപോയിട്ട് ഇടാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടാവില്ല. അതായത് ഇപ്പൊ പല കേസുകൾ വരാം. ഇപ്പൊ ഒരു കേസ് എന്ന് പറയുന്നത് 1 kV ആണ്, 1 kV ആണ്, എന്താ പറയാ 100 kW ആണ്. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ 100 kW ഒക്കെ ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. പക്ഷേ ഇതിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് UPF ആണെന്ന് വിചാരിച്ചോ. UPF ആണ് പവർ ഫാക്ടർ എങ്കിൽ ഇവിടുത്തെ കറണ്ട് എന്തായിരിക്കും? കറണ്ട് ഈക്വൽ ടു എത്ര വരിക? വോൾട്ടേജ് 1 kV ആണ്, എത്ര വരിക? കറണ്ട് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 ആംബിയേഴ്സ് ആണ് കിട്ടുക. ഓക്കെ, 100 ആംബിയേഴ്സ് ആണ് കിട്ടുക. ഇനിയിപ്പോ വേറൊരു കേസ് എടുത്തു എന്ന് വിചാരിച്ചു നോക്കുക. വേറെ കേസ് ഞാൻ എടുക്കുന്നത് 1 kV തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ 100 kW തന്നെ. പക്ഷേ അവിടുത്തെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.5 ആണ് പവർ ഫാക്ടർ എന്ന് ആലോചിക്കുക. അപ്പൊ അവിടുത്തെ കറണ്ട് മാറും. കറണ്ട് എത്ര ആയിട്ടുണ്ടാവും? സെക്കൻഡറിയിലത്തെ കറണ്ട് 200 ആംബിയർ ആയി. ഇനിയിപ്പോ തന്നെ ഒരു വേഴ്സ്റ്റ് കേസിലേക്ക് പോയി എന്ന് വിചാരിച്ചോ. തേർഡ് വേഴ്സ്റ്റ് കേസ് സെയിം കാര്യം തന്നെ 0.1 പവർ ഫാക്ടർ, അങ്ങനെ എത്തില്ല, എന്നാലും അങ്ങനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാവും? 1000 ആംബിയറിലോട്ട് പോകും. ഇവിടെ നമ്മളുടെ ഇതിന്റെ റേറ്റഡ് ആയിട്ടുള്ള കറണ്ട്, അതിന് താങ്ങാവുന്ന മാക്സിമം കറണ്ട്, ഇവിടുത്തെ എന്താ പറയാ മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് എത്ര ആംബിയർ ഉള്ളൂ എന്ന് വിചാരിക്കുക? 100 ആംബിയർ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ അത് ഫസ്റ്റ് കേസ് ഓക്കെയാണ്, UPF വന്നപ്പോൾ 100 ആണ്. രണ്ടാമത്തെ കേസ് വന്നപ്പോഴേക്കും തന്നെ അതെന്തായി? 200 ആംബിയർ ആയി. അതിന്റെ റേറ്റിംഗ് എന്നൊക്കെ വളരെ വിട്ടുപോയി. പിന്നെ വേഴ്സ്റ്റ് കേസിലേക്ക് എത്തുമ്പോഴേക്കും അത് എത്രയ്ക്ക് പോകും? 1000ലേക്കൊക്കെ പോകും. അപ്പൊ ഇതൊന്നും നടക്കുന്ന കാര്യമേ അല്ല. അതായത് നമുക്കൊരു ട്രാൻസ്ഫോമറിലോ ജനറേറ്ററിന്റെയോ കേസിൽ ലോഡ് എന്താണ് അല്ലെങ്കിൽ ലോഡിന്റെ പവർ ഫാക്ടറിനെ കുറിച്ച് ഒരു ധാരണ ഇല്ല. ഓക്കെ, അവിടെ നമുക്ക് പവർ ഫാക്ടറിനെ കുറിച്ച് ധാരണ ഇല്ലാണ്ട് ഈ KW കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഇതാണ് വരാൻ പോകുന്നത്. കാരണം ഇതിൽ വരാൻ പോകുന്ന കറണ്ട് എന്തായിരിക്കും എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. സോ വി ആർ നോട്ട് ഷുവർ അബൌട്ട് ദ കറണ്ട് വിച്ച് മേ കം. അതുകൊണ്ട് തന്നെ ഒരു മാനുഫാക്ചർക്ക് അവിടെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യം എന്താണ്?
he can specify in terms of the voltage and current. വോൾട്ടേജും കറണ്ടും വെച്ചിട്ട് വോൾട്ടേജ് ആൻഡ് കറണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പെസിഫിക്കേഷൻസ് ചെയ്യാം. സേ 1 kV 1 kV and 100 ആംപിയർ ഈ രീതിക്ക് അയാൾക്ക് പറയാം. സോ 1 kV into 100 ആംപിയർ എന്ന് പറഞ്ഞാൽ എത്രയായി, 100 kVA. ഈ രീതിക്കാണ് സ്പെസിഫിക്കേഷൻ വരുന്നത്. അതുകൊണ്ടാണ് റേറ്റിംഗ് ഈ രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ എന്താ പറയാ, എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ അപ്പാരന്റ് പവറിന് ഈക്വൽ ആണ്, അപ്പാരന്റ് പവർ പോലെയാണ് വരിക. അപ്പോ ഇവിടെ ഫൈനലി ലോഡിൽ എത്തേണ്ടത് റിയൽ ആണെങ്കിലും നമുക്ക് ഇതിൽ റിയാക്റ്റീവ് പവറും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ വരും. അപ്പൊ അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പാരന്റ് പവർ പറയുന്നത്. അതായത് അപ്പാരന്റ്ലി അപ്പുറത്തുനിന്ന് അയക്കാവുന്ന ഒരു പവർ ഇതാണ്. ഓക്കെ, അപ്പൊ അത് പവർ ഫാക്ടർ കഴിഞ്ഞ് എത്രയാണോ ആ രീതിക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇതിൽ നമുക്ക് റേറ്റിംഗ് പറയുമ്പോൾ ഈ ഒരു രീതിക്കാണ് ലിമിറ്റേഷൻ വരുന്നത്. ഇത്ര വോൾട്ടേജിന് ഇത്ര കറണ്ട് എന്നുള്ള ഒരു ലിമിറ്റേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ രീതിക്കാണ് സ്പെസിഫിക്കേഷൻസ് പറയുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അതിന് കറണ്ട് കറക്റ്റ് ആയിട്ട് പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ റേറ്റിംഗ് എന്തിൽ പറയുന്നത്, KVA പറയുന്നത്. കാരണം വി ആർ നോട്ട് ഷുവർ അബൌട്ട് ദ ലോഡ് പവർ ഫാക്ടർ. ജനറേറ്ററിന്റെ കേസിലായാലും അത് തന്നെയാണ്. പക്ഷെ ഒരു മോട്ടർ എന്ന് പറയുന്നത് സ്പെസിഫിക് അപ്ലിക്കേഷൻ ആണ്, നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഓക്കെ, അതാണ് അവിടുത്തെ കാര്യം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനി ഇതിൽ പറയാനുള്ളത് ലോസസ് ആണ്. ട്രാൻസ്ഫോമർ ലോസസ് ആൻഡ് എഫിഷ്യൻസി എന്ന് പറയാൻ വേണമെങ്കിൽ ലോസസ് ഓർ ലോസസ് ഇൻ ട്രാൻസ്ഫോമർ. ഓക്കെ, ഏതൊക്കെ ലോസസ് ആണ് ട്രാൻസ്ഫോമറിൽ വരുന്നത്? കോപ്പർ ലോസ് ആൻഡ് കോർ ലോസ്. കോർ ലോസ് ആൻഡ് കോപ്പർ ലോസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാ. കോർ ലോസ്, then second one is കോപ്പർ ലോസ്. ഓക്കെ, ഇത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിൽ സ്ട്രേ ലോഡ് ലോസും ഉണ്ട്, ഡൈലക്ട്രിക് ലോസും ഉണ്ട്. അത് വളരെ ചെറിയ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് അവരെന്നെ നെഗ്ലക്ട് ചെയ്ത് കളയുന്നതാണ്. ഞാൻ ജസ്റ്റ് പിന്നീട് എഴുതാം. അഡീഷണൽ ആയിട്ട് സ്ട്രേ ലോഡ് ലോസും ഉണ്ട്, എന്താ പറയാ, ഡൈലക്ട്രിക് ലോസും ഉണ്ട്. വളരെ സ്മോൾ ആയതുകൊണ്ട് നെഗ്ലക്ട് ചെയ്യും. നോർമലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലോസസ് കോർ ലോസും കോപ്പർ ലോസും ആണ്. കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എന്താ, I²R ലോസ് ആണ്. I²R ലോസ് ആണ്. അത് ലോഡിന് ഡിപെൻഡന്റ് ആണ്, കറണ്ടിന് ഡിപെൻഡന്റ് ആണ്. അത് അതിന്റെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അത് മാത്രമാണ് അവിടുത്തെ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമുള്ളൂ. കോർ ലോസ് വരുമ്പോൾ നമുക്ക് അവിടെ സ്പ്ലിറ്റിംഗ് ഉണ്ട്. WFE എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആണ്. ഏതൊക്കെയാ? ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാ? കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിട്ടാണ്? WH ആൻഡ് WE, ഹിസ്റ്റെറിസിസ് ലോസ് ആൻഡ് എഡി കറന്റ് ലോസ് എന്നുള്ള രീതിയിൽ രണ്ടെണ്ണമായിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ റിലേഷൻ ഞാൻ ഈ മുന്നേ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയുന്നുള്ളൂ. ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു, അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എഴുതുന്നുണ്ട്, KH ഇൻറ്റു F ഇൻറ്റു BM റേസ് ടു X എന്നുള്ള രീതിയിലാണ് ജനറൽ ആയിട്ട് ശരിക്കും പറയാ. ഈ X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻമാൻസ് ഫോർമുല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ആ റേഞ്ചിലെ 1.5 എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ പറഞ്ഞത്, DC പറഞ്ഞത്. സ്റ്റെയിൻമാറ്റ്സ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 1.25 to 2.5 റേഞ്ച് ഉണ്ട്. ഓക്കെ, 2.5 റേഞ്ച് ഉണ്ട്. എന്നാലും നമ്മൾ ആ രീതി 1.6 എന്നൊക്കെയാണ് എടുക്കുക. ജനറൽ ഇതാണ്. ജനറൽ ആയിട്ട് X എന്നാണ് ഉപയോഗിക്കുക. നമുക്ക് ഇവിടെ അത്രയ്ക്ക് വേറെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. തൽക്കാലം എന്തായാലും എന്താ, BM അല്ല, BM റേസ് ടു ഒരു ടേം ഉണ്ടെന്ന് ആലോചിച്ച് വെക്കുക. അതേപോലെ ഈ WE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹിസ്റ്റെറിസിസ് കോഎഫിഷ്യന്റ് ആണ്. അതേപോലെ ഇവിടെ എന്ത് വരും, KE വരും, F² ആണ്, അതേപോലെ BM² ആണ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള റിലേഷൻ വരുന്നത്. ഇതിനെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടൊക്കെ ഞാൻ താഴത്തേക്ക് എഴുതുന്നു. ഇതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് എന്തിന്റെ ടേംസിലേക്ക്, ഫ്രീക്വൻസി ആൻഡ് വോൾട്ടേജ് എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അതിന്റെ കൺവേർഷനും കാര്യങ്ങളും ഒന്നും കൂടെ എഴുതുന്നില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. സോ അത് കിട്ടുക, ഇത് ഹിസ്റ്റെറിസിസ് കിട്ടുക KH ഇൻറ്റു V റേസ് ടു X. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്, ഇൻറ്റു F റേസ് ടു 1 - X എന്നും കിട്ടും. മറ്റേ കേസിലാണെങ്കിൽ KE ഇൻറ്റു V² എന്നുള്ള രീതിയിലാണ് കിട്ടുക. അതായത് നമ്മുടെ ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുന്നത് വോൾട്ടേജിനും ഫ്രീക്വൻസിക്കും റിലേറ്റഡ് ആണ്. എഡി കറന്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിന് റിലേറ്റഡ് ആണ്. ഓക്കെ, എഫക്റ്റീവ്ലി ഇത് പറയുമ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഇത്രയാണ് കാര്യം വരുന്നുള്ളൂ. ടോട്ടൽ ലോസ്, കോർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, KH ഇൻറ്റു V റേസ് ടു X
എഫ് റേസ് ടു 1 മൈനസ് എക്സ് പ്ലസ് കെ ഇൻറ്റു വി സ്ക്വയർ ഈ രീതിക്ക് വരും. ഓക്കെ, അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെയ്ൻമെൻസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട. ഇതിന്റെ ഉള്ളിൽ മെയിൻ ആയിട്ട് കിട്ടേണ്ട കാര്യം ഹിസ്റ്റെറിസിസും എഡ്ഡി കറന്റും കൂടിയിട്ടാണ് കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്. ഓക്കെ, ഇപ്പോ ഈ എന്താ പറയാ ഹിസ്റ്റെറിസിസും എഡ്ഡി കറന്റും കൂടിയതാണ് കോർ ലോസ്. അവരുടെ ഇതിന്റെ ഉള്ളിൽ വരുന്നു ഫൈനൽ റിലേഷനിൽ വരുമ്പോൾ നമുക്ക് വോൾട്ടേജും ഫ്രീക്വൻസിയും വരുന്നുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് പിന്നീട് ഒരു ടെസ്റ്റ് പറയുമല്ലോ, അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി ആണ് ഇവർക്ക് ഇമ്പോർട്ടൻസ്. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി റേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ വേണം ഇതിന്റെ കോർ ലോസ് കണ്ടുപിടിക്കാൻ. അതാണ് അവിടുത്തെ കാര്യം. ഇപ്പുറത്ത് വരുമ്പോൾ നമ്മളെ കറണ്ട് ആണ്, റേറ്റഡ് കറണ്ടിന്റെ ബേസിൽ വേണം ഇതിനെ കണ്ടുപിടിക്കാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഒരു കാര്യം മാത്രമേ അവിടെ ഓർക്കേണ്ടതുള്ളൂ. ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. ഇനി ചിലപ്പോൾ ഇതിന്റെ ബേസിൽ വല്ല ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹിസ്റ്റെറിസിസ് വരുമ്പോൾ വോൾട്ടേജും ഫ്രീക്വൻസി റിലേറ്റഡ് ആണ്, എഡ്ഡി കറന്റ് വരുമ്പോൾ വോൾട്ടേജ് ആണ് അതിന്റെ സ്ക്വയറിനായിട്ടാണ് റിലേറ്റഡ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, എഫക്റ്റീവ്ലി കോർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി റിലേറ്റഡ് ആണെന്ന് പറയാം. അതേപോലെ ഫ്രീക്വൻസി ബി എമ്മും റിലേറ്റഡ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി എക്സ് എന്നില്ലെങ്കിൽ 1.5 1.6 എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം. ഇനി പ്ലസ് അഡീഷണൽ ആയിട്ടുള്ള രണ്ട് ലോസസ് ആണ്, വേറെ ലോസസും കൂടി ഉണ്ട്. സ്ട്രേ ലോഡ് ലോസ് സ്ട്രേ ലോഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീക്കേജ് കറണ്ട് കാരണം ഇൻഡ്യൂസ് ചെയ്യുന്ന ലീക്കേജ് ഫ്ലക്സ് കാരണം എഡ്ഡി കറന്റ്സ് ഇൻഡ്യൂസ് ചെയ്യും. ഈ എഡ്ഡി കറന്റ് ഇൻഡ്യൂസ് ചെയ്യും എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടക്ടേഴ്സിൽ, ടാങ്കില്, അതേപോലെ പോകുന്ന വഴികളിൽ, ബോൾട്ട്, അതിലൊക്കെ എന്തുണ്ടാവും, ചെറിയ ചെറിയ ലീക്കേജ് കറന്റുകൾ ഉണ്ടാവും, എഡ്ഡി കറന്റ് ഉണ്ടാവും. അത് കാരണം ചെറിയ ചെറിയ ഹീറ്റിംഗ് ലോസ് ഉണ്ടാവും. അതിനെ പറയുന്നതാണ് സ്ട്രേ ലോഡ് ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ലോസ് ചെറുതാണ്, അതുകൊണ്ടാണ് നോർമലി അത് നമ്മൾ പറയാത്തത്. പക്ഷെ ഇങ്ങനെ ഒരു ലോസ് ഉണ്ട്. പ്ലസ് ഇനി ഒരു ഫോർത്ത് വണ്ണും കൂടി ഉണ്ട്, ഡൈഇലക്ട്രിക് ലോസ്. ഈ ഡൈഇലക്ട്രിക് ലോസ് എവിടെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആണ്. ഇൻസുലേഷനിലാണ് നമ്മൾ എപ്പോഴും ഡൈഇലക്ട്രിക് പറയാലോ. ഓക്കെ, സോ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്, ഇവിടുത്തെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രാൻസ്ഫോമർ ഓയിൽ, അതേപോലെ നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള വേറെ ഇൻസുലേഷൻസ്. ഓക്കെ, അപ്പൊ ആ ഇൻസുലേഷൻസിലൊക്കെയാണ് ഡൈഇലക്ട്രിക് ലോസ് ഉണ്ടാവുക. എന്തായാലും ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഈ രണ്ടെണ്ണം നോർമലി നമ്മൾ ആക്ച്വൽ കൺസിഡറേഷൻ വരുമ്പോൾ നെഗ്ലക്ട് ചെയ്ത് കളയാ ചെയ്യാറ്. പിന്നെ കോർ ലോസും കോപ്പർ ലോസും ആണ് പറയുക. അപ്പൊ അതിലെ കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോസ് ആണ്, ലോഡ് കറന്റിനനുസരിച്ച് വാരി ചെയ്യും. അപ്പൊ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ചിലപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഡബ്ല്യു കോപ്പർ ലോസ് എന്നുള്ള രീതിയിലാണ് പറയുക. അയൺ ലോസ് എപ്പോഴും ഫിക്സഡ് ആണ്, WFE അതെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കാറ്. ഓക്കെ, കോൺസ്റ്റന്റ് ലോസ് ആണ്. അത് റിലേറ്റഡ് ടു ഈ കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ഫ്രീക്വൻസി വോൾട്ടേജ് ഒക്കെ റേറ്റഡ് ആയി വെക്കുമ്പോൾ പിന്നെ അത് കോൺസ്റ്റന്റ് എന്നുള്ള അസംഷനാണ് എടുക്കുക. കോപ്പർ ലോസ് ലോഡിനനുസരിച്ച് വാരി ചെയ്യും. ഇതിന്റെ ബേസിൽ നമുക്ക് ഇതിന്റെ എഫിഷ്യൻസി ഡിഫൈൻ ചെയ്യാം. അതും കൂടി ഇവിടെ ഇതിന്റെ ഒപ്പം പറഞ്ഞു പോവാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താ, ഔട്ട്പുട്ട് പവർ ബൈ എന്താണ്, ഇൻപുട്ട് പവർ ആണ്. ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവറിനെ നമുക്ക് എങ്ങനെ എഴുതാം, V2I2 cos phi2, അതായത് സെക്കൻഡറി എന്നുള്ള ഒരു രീതിയിൽ ഉദ്ദേശിക്കുന്നേ ഉള്ളൂ. cos phi2 ഡിവൈഡഡ് ബൈ എങ്ങനെ എഴുതാം, ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്താ, V2I2 cos phi2 പ്ലസ് എന്തും കൂടി എഴുതാം, കോൺസ്റ്റന്റ് ലോസ്, അതായത് WFE പ്ലസ് ഏതാ, കോപ്പർ ലോസ് I2 സ്ക്വയർ R2 എന്ന് പറയാം, R2 എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇത് തന്നെ ചിലപ്പോൾ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടൊക്കെ എഴുതാറുണ്ട്. എക്സ് ഇൻറ്റു എസ് കോസ് ഫൈ എന്ന് എഴുതും. എക്സ് ഇൻറ്റു എസ് കോസ് ഫൈ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലോഡിലാന്നുള്ളത്, ഹാഫ് ഫുൾ ലോഡ് ആണോ, റേറ്റഡ് ഫുൾ ലോഡ് ആണോ, 1/4 ഫുൾ ലോഡ് ആണോ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ എക്സ് എന്ന് എഴുതും. എക്സ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് ലോഡ് ആണ്. എക്സ് ഫ്രാക്ഷൻ ഓഫ് ലോഡ് ആണ്. അതേപോലെ എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ KVA റേറ്റിംഗ് ആണ്. KVA അല്ലെങ്കിൽ VA റേറ്റിംഗ്. KVA ആണെങ്കിൽ നമ്മൾ എന്തും കൂടി എഴുതണം, ഒരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡഡ് ബൈ താഴെയും അതേപോലെ എക്സസ് കോസ് ഫൈ ഇൻറ്റു 1000 പ്ലസ് ലോസസ് WFE എന്ന് എഴുതും. ഇപ്പുറത്തെ റേറ്റഡ് കോപ്പർ ലോസ് അറിയാമെങ്കിൽ നമ്മൾ ഇതിനെ എക്സ് സ്ക്വയർ ഇൻറ്റു WCU എന്നാണ് എഴുതുക. ഈ WC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റഡ് കോപ്പർ ലോസ് ആണ്. ലോഡ് റേറ്റഡ് കണ്ടീഷനിലുള്ള കോപ്പർ ലോസ് അറിയാം. ഇതാണ് ജനറൽ ആയിട്ട് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ വേറൊരു കണ്ടീഷൻ കൂടി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. മാക്സിമം എഫിഷ്യൻസിക്കുള്ള കണ്ടീഷൻ എന്തായിരുന്നു,
മുന്നേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടത് മാക്സിമം എഫിഷ്യൻസി എന്താ കണ്ടീഷൻ occurs when WFE equal to WCU, അതായത് കോൺസ്റ്റന്റ് ലോസ് ഈക്വൽ ടു വാരിയബിൾ ലോസ് ആകുമ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പറയാം എക്സ് സ്ക്വയർ WCU ഈക്വൽ ടു എന്താ WFE എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് എക്സ് കിട്ടും സ്ക്വയർ റൂട്ട് ഓഫ് എന്താ WFE ഡിവൈഡഡ് ബൈ WCU. ഇതൊക്കെ അതിന് റിലേറ്റഡ് ആയിട്ട് പറയാവുന്ന കാര്യങ്ങളാണ് എഫിഷ്യൻസി എന്നുള്ള ഒരു കാര്യം നിന്ന്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് എഫിഷ്യൻസി. ഇപ്പൊ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ പറയുന്നത് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടിയും കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ അതുകൂടി ഇതിനൊപ്പം പറഞ്ഞു പോവാം. നമ്മൾ ഓൾ ഡേ എഫിഷ്യൻസി ചില നേരങ്ങളിൽ ഉപയോഗിക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ട്രാൻസ്ഫോമേഴ്സിന്റെ കേസ് പറയുമ്പോൾ വലിയ ട്രാൻസ്ഫോമേഴ്സ് പറയുകയാണെങ്കിൽ പവർ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സും ഉണ്ട്. ഓക്കെ, വി ഹാവ് പവർ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് പവർ ട്രാൻസ്ഫോമേഴ്സ്, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ. രണ്ടും രണ്ടാണ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക, ചെറിയതല്ല വലിയ ലെവലാണ് നമ്മൾ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, അപ്പോ പവർ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അത് എടുക്കുന്നത്? സെൻഡിങ്ങും റിസീവിംഗ് എൻഡിലാണ്. എന്തിന്റെ? സെൻഡിങ് ആൻഡ് റിസീവിംഗ് എൻഡ്സ് ഓഫ് പവർ ട്രാൻസ്മിഷൻ ലൈൻ. നമ്മളുടെ പവർ ട്രാൻസ്മിഷൻ ലൈനിന്റെ സെൻഡിങ് എൻഡിലും റിസീവിംഗ് എൻഡിലാണ് ഇത് കിടക്കുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എവിടെയാണ് കിടക്കുന്നത്? എവിടെ കിടക്കുന്നത്? അറ്റ് ഡിസ്ട്രിബ്യൂഷൻ എൻഡ്, നമ്മളുടെ എൻഡിലേക്ക് എവിടെയാണോ ലോഡ് കൺസ്യൂമേഴ്സ് വരുന്നത് അവിടെയാണ് എന്ത് കിടക്കുന്നത്? ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ കിടക്കുന്നത്. പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് ഓപ്പറേറ്റ്സ് അറ്റ് ഓർ നിയർ റേറ്റഡ് ലോഡ്. ഓപ്പറേറ്റ്സ് അറ്റ് ഓർ നിയർ, അതായത് ഒന്നെങ്കിൽ എപ്പോഴും റേറ്റഡിലായിരിക്കും, അല്ലെങ്കിൽ അതിനടുത്ത് നിയർ റേറ്റഡ് ലോഡ്. ഇതിന്റെ റേറ്റഡ് ലോഡ് എന്താണോ ആ ഒരു വാല്യൂലാണ് ഇത് നോർമലി റൺ ചെയ്യുന്നത്. ഇനിയിപ്പോ എന്താ ലൈറ്റ് ലോഡ് കണ്ടീഷനിൽ ഇതിനെ ഡിസ്കണക്ട് ചെയ്യാണ് ചെയ്യുക. ഡിസ്കണക്റ്റഡ് ഡ്യൂറിങ് ലൈറ്റ് ലോഡ്സ്. ഓക്കെ, ഇതാണ് ബേസിക്കലി ഇവിടെ ചെയ്യുന്നത്. അതായത് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താ, ദിസ് ഈസ് ഡിസൈൻ ടു ഹാവ് എ മാക്സിമം എഫിഷ്യൻസി അറ്റ് ഓർ നിയർ റേറ്റഡ് ലോഡ്. റേറ്റഡ് ലോഡിന്റെ ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ അതിനടുത്തായിട്ട് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിസൈൻ ബേസ്ഡ് ഓൺ എന്താ ഡിസൈൻഡ് ബേസ്ഡ് ഓൺ ഫുൾ ലോഡ് എഫിഷ്യൻസിയുടെ ബേസിലാണ്, അതായത് അറ്റ് ഓർ നിയർ ഫുൾ ലോഡ്. ആ രീതിക്കാണ് നമ്മൾ പവർ ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വരുമ്പോൾ എന്താ പ്രശ്നം? ഇറ്റ് ഈസ് ഓൾവേസ് എനർജി. ഇത് എന്താ ലോ ലോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കി കളയാണ് ചെയ്യുന്നത്. പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ അങ്ങനെയല്ല. ഇതിന്റെ ലോഡ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് വാരി ചെയ്തുകൊണ്ടിരിക്കും. വാരീസ് ത്രൂ ഔട്ട് ദ ഡേ എന്നോ ത്രൂ ഔട്ട് ദ എന്ത് വേണമെങ്കിലും പറയാം. ത്രൂ ഔട്ട് ദ ഡേ, അതായത് 24 അവേഴ്സും ഇതിന്റെ എന്താ ലോഡ് വാരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പ്രൈമറി എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് എനർജൈസ്. പ്രൈമറി എപ്പോഴും എന്തായിട്ട് കിടക്കുന്നുണ്ടാവും? എനർജൈസ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ അർത്ഥം എന്താ? അതിൽ എപ്പോഴും എന്ത് ലോസ് ഉണ്ടായിരിക്കും? WFE അയൺ ലോസ് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി എപ്പോഴും എനർജൈസ്ഡ് ആണെങ്കിലും നമ്മളെ ലോഡ് കൺസംഷൻ, ഇപ്പൊ ഒരു ലൈറ്റിംഗ് ലോഡിനെ കണക്ട് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമർ ആണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എങ്കിൽ ആ ലൈറ്റിംഗ് ലോഡ് നമ്മളെ ഡേ ടൈമിലൊന്നും അതിന്റെ ആവശ്യം വരില്ല. ഈവനിങ് ടൈമിൽ പീക്ക് ടൈം വന്നാൽ മാത്രമായിരിക്കും ഈ ട്രാൻസ്ഫോമറിൽ ലോഡ് വരുന്നത്. അല്ലെങ്കിൽ എഫക്റ്റീവ്ലി കറണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെ പറയാം സെക്കൻഡറിയിൽ. ഇൻ എഫക്ട് മോസ്റ്റ് ഓഫ് ദ ഡേ
അതെന്താ വെറുതെ ഇങ്ങനെ എടുക്കുകയാണ്, വെറുതെ ഓൺ ആയി എടുക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ, അയൺ ലോസ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി അതിന് വർക്കിംഗ് ഒന്നും അവിടെ വരുന്നില്ല, ലോഡ് ഒന്നും അപ്പുറത്തേക്ക് കണക്റ്റഡ് അല്ല. അപ്പോ ഇത് എന്ന് പറയുന്നത് ഇങ്ങനത്തെ രീതിയിലായിരിക്കും ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുന്നത്. ഡിസൈൻ ടു ഹാവ് എന്താ, ഡിസൈൻ ടു ഹാവ് ലോ വാല്യൂ ഓഫ് അയൺ ലോസ്. അയൺ ലോസ് മിനിമൈസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും ഇതിന്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ടാവുക. അതായത് ഇതിന്റെ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ഹാഫ് ഫുൾ ലോഡിലൊക്കെ ആയിരിക്കും ഇതിന്റെ എന്ത് കിട്ടുക, മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത്. അവിടെ ആയിരിക്കും എന്ത് മിനിമം ഉണ്ടാവുക, അയൺ ലോസ് മിനിമം എന്നുള്ള രീതിയിൽ മാക്സ് അറ്റ് സേ ഹാഫ് ഫുൾ ലോഡ് ആ രീതിക്കൊക്കെ ആയിരിക്കും ഇത് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈറ്റ ഫുൾ ലോഡ് വെച്ചിട്ടല്ല, സോറി, ഇതിന്റെ ചോയ്സ് എന്ന് പറയുന്നത് മറ്റേ പവർ ട്രാൻസ്ഫോമറിനെ പോലെ ഫുൾ ലോഡ് എഫിഷ്യൻസി വെച്ചിട്ടൊന്നല്ല നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരിക. എന്താ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനർജി എഫിഷ്യൻസി എന്ന് പറയുന്ന രീതിയിൽ എനർജി എഫിഷ്യൻസി വെച്ചിട്ടാണ് ഇതിനെ ചൂസ് ചെയ്യേണ്ടി വരിക. ഇവിടെയാണ് ഈ ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറഞ്ഞ സാധനം വരുന്നത്. ഓൾ ഡേ എഫിഷ്യൻസി ഇപ്പൊ നോർമലി നമ്മളുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി പറയാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അതായത് ഇതിന്റെ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് എന്ന് പറയുന്നത് കമ്പയർഡ് ബേസ്ഡ് ഓൺ ദ എനർജി കൺസ്യൂം ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിൽ കൺസ്യൂം ചെയ്യുന്ന എനർജിയുടെ ബേസിലാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് തന്നെയാണ്, പക്ഷെ ഔട്ട്പുട്ട് ഇൻ KWH ആണ് പറയുന്നത്. എനർജി, ഔട്ട്പുട്ട് എനർജി ഡിവൈഡഡ് ബൈ എന്താ ഇൻപുട്ട് ഇൻ KWH. ആ രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ഇത് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലാണ് ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ടേം വരിക. അത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലാണ് ഇത് വരുന്നത്. അതിന്റെ റീസൺ ഇതാണ്, ഫുൾ ടൈം അത് എനർജൈസ്ഡ് ആണ് അതിന്റെ പ്രൈമറി, പക്ഷെ ലോഡ് എന്ന് പറയുന്നത് എപ്പോഴും അതിന് കിട്ടിക്കൊള്ളണമെന്നില്ല. അധികം ലൈറ്റിംഗ് പർപ്പസ് ഒക്കെ ആണെങ്കിൽ നോർമൽ ഡേ ടൈമിൽ അത് ഫുള്ളി എന്താ ലോഡ് ഇല്ലാത്ത രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഈവനിങ് നൈറ്റ് ആയി കഴിഞ്ഞാലാണ് നമ്മൾ ലോഡുകൾ ഓൺ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് അപ്പോഴാണ് ലോഡ് വരുന്നത്. അപ്പൊ അതിന്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ എനർജി കൺസ്യൂം ഓവർ എ പീരീഡ് ഓഫ് ടൈം. ആ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഒരു ഡേ ആണ് നോർമലി എടുക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് ഇൻ KWH എന്ന് പറയുന്നത് ഫോർ 24 അവേഴ്സ് ആണ്, ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇൻ KWH ഫോർ 24 അവേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് എന്താ അയൺ ലോസ് മിനിമൈസ് ചെയ്യുന്ന രീതിയിലും പവർ ട്രാൻസ്ഫോമർ ഡിസൈൻ എന്ന് പറയുന്നത് ഫുൾ ലോഡ് എഫിഷ്യൻസി ബേസിലുമാണ് ചെയ്തിട്ടുണ്ടാവുക. കാരണം അത് ഫുൾ ലോഡിൽ അല്ലെങ്കിൽ നിയർ ഫുൾ ലോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തൽക്കാലം പറയുന്നുള്ളൂ. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. എന്താ അടുത്തത് പറയേണ്ടത് നമുക്ക് ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിംഗ് പറയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇക്വലന്റ് സർക്യൂട്ട് തട്ടാൻ്റെ പോകാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഇക്വലന്റ് സർക്യൂട്ടിന്റെ പറഞ്ഞിട്ട് പോവാം. ഓക്കെ, വോൾട്ടേജ് റെഗുലേഷൻ പറയണമെങ്കിലും നമുക്ക് എന്ത് വേണം, ഞാൻ ഇക്വലന്റ് സർക്യൂട്ട് കൂടി വെച്ചിട്ട് പറയാന്നുള്ള രീതിയിലാണ്. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോ ഒന്ന് ഇത്ര വെച്ച് നിർത്താം. താങ്ക് യു.